Lord, we are your instrument for your mighty kingdom, Lord. Use us, Lord. We completely surrender, Lord. Help us to see your glory. Help us to lift only your name, Lord. Lord, we are praying for the worship leading team, Lord. Lord, anoint them, Father, Lord. Help us to give a living sacrifice before your presence. തിരുനാമം മഹത്വപ്പെടുത്തുവാൻ, തിരുനാമം ഉയർത്തുവാൻ, ആരാധിക്കുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ വരുന്നവരെല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഒന്നുകൊണ്ടിരിക്കുന്ന ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുക്കത്തോട് ജീവിതത്തിൽ കർത്താവെ ഒരു നല്ലൊരു ഒരുക്കത്തോട് സംതൃപ്തിയോട് നിന്നെ കണ്ടവരെല്ലാം സംതൃപ്തിയോട് പോയി വചനം പഠിപ്പിക്കുമ്പോൾ കേട്ടവരും ആ സമാധാനം ഞങ്ങളെ നീ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് കർത്താവ് ഞങ്ങൾ ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേവദാസനായ സ്തോത്രം കർത്താവെ, കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനായ സ്തോത്രം കർത്താവെ, നിശക്തിയോട് ഇനി ഉപയോഗിക്കണമേ. എസ്പെഷ്യലി ദിസ് ഈവനിങ് ലോർഡ്, ആ ക്ലാസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തണം. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് IPC കാനഡ റീജിയനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏൽപ്പിച്ച എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകം ഈ സഭയെ ഓർത്ത് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒന്നരം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാവരും നീ അനുഗ്രഹിക്കണമേ. കുരുളെ നീ ക്ഷമിച്ചനായ സ്തോത്രം മാനമോ കൊടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. So this is a great privilege to praise and worship this beautiful evening. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നമുക്ക് ആത്മാവി സത്യത്തിൽ നമുക്ക് ആരാധിക്കാം. So I kindly request our worship team, VOEC, Vibin brother and team, to lead this beautiful worship. Hallelujah. നമുക്കറിയാവുന്ന കുറച്ച് പഴയ ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കാം. കൃപയേറും കർത്താവിൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപയേറും കർത്താവിൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയൊന്നൻ ആശയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും ആശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും ആശ്രയമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈ
വൈരിയിൻ ബലമവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ, എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോരവൈരിയിൻ ബലമവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. കൃപയേറും കർത്താവിലും വിശ്വാസം, അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപയേറും കർത്താവിലും വിശ്വാസം, അതിനാൽ ഹൃദി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും എന്നാശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും എന്നാശ്രയമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലമവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ, എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ. ഘോരവൈരിയിൻ ബലമവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ
വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാലും പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ ഓ കൃപ കൃപയൊന്നൻ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയൊന്നൻ ആനന്ദമായി കൃപ കൃപയൊന്നൻ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാലും കൃപ കൃപയൊന്നൻ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയൊന്നൻ ആനന്ദമായി കൃപ കൃപയൊന്നൻ ആശ്രയം ഹല്ലേലൂയ കൃപ കൃപയൊന്നൻ ആനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി ഹല്ലേലൂയ വൈരികൾ വന്നാലും എതിരുയർന്നാലും നിൻ കൃപ മതി എന്നാലും സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേ രാജനീത വരുവാറായി സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേ രാജനീത വരുവാറായി ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേ രാജനീത വരുവാറായി പകലുള്ള കാലങ്ങൾ അണഞ്ഞണഞ്ഞു പോയി കൂരിരുൾ നാളുകൾ അടുത്തടുത്തേ പകലുള്ള കാലങ്ങൾ അണഞ്ഞണഞ്ഞു പോയി കൂരിരുൾ നാളുകൾ അടുത്തടുത്തേ ജടുതിയ ജീവിതം പുതുക്കി നിന്നിടുക ഉടലോടെ പ്രിയനെ എതിരേൽപ്പാൻ പോകാം ജടുതിയ ജീവിതം പുതുക്കി നിന്നിടുക ഉടലോടെ പ്രിയനെ എതിരേൽപ്പാൻ പോകാം സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക ശാലേ രാജനീത വരുവാറായി സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക ശാലേ രാജനീത വരുവാറായി കഷ്ടതയില്ലാത്ത നാളുവന്നടുത്ത് തുഷ്ടിയായി ജീവിതം ചെയ്തിടമേ കഷ്ടതയില്ലാത്ത നാളുവന്നടുത്ത് തുഷ്ടിയായി ജീവിതം ചെയ്തിടമേ ദുഷ്ടലോകത്തെ വെറുത്തു വിട്ടിടുക ഇഷ്ടമോടെ യേശുവിൻ കൂടെ നമസിക്കാം ദുഷ്ടലോകത്തെ വെറുത്തു വിട്ടിടുക ഇഷ്ടമോടെ യേശുവിൻ കൂടെ നമസിക്കാം സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക ശാലേ രാജനീത വരുവാറായി സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക ശാലേ രാജനീത വരുവാറായി അന്ധതയില്ലാത്ത നാളുവന്നടുത്ത് സാന്ത്വന ജീവിതം ചെയ്തിടമേ അന്ധതയില്ലാത്ത നാളുവന്നടുത്ത് സാന്ത്വന ജീവിതം ചെയ്തിടമേ അന്ധകാര പ്രഭു വെളിപ്പെടും മുമ്പേ സന്തോഷമാർഗത്തിൽ ഗമിച്ചിടുമേ നാം അന്ധകാര പ്രഭു വെളിപ്പെടും മുമ്പേ സന്തോഷമാർഗത്തിൽ ഗമിച്ചിടുമേ നാം സിയോനേ ഉണർന്നെഴുന്നേൽക്കുക ശാലേ രാജനീത വരുവാറായി സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുക ശാലേ രാജനീത വരുവാറായി തിരുസഭയെ നീ ദീപങ്ങളാകവേ
ജ്വലിച്ചിടട്ടെ. തിരുസഭയെ നീ ദീപങ്ങളാകവേ ദിവ്യപ്രഭയാൽ ജ്വലിച്ചിടട്ടെ. മഹിമയിൻ മേഘത്തിൽ എഴുന്നള്ളി വരുമ്പോൾ മണവാളനെ പോൽ നാം മറുരൂപമാകാൻ. മഹിമയിൻ മേഘത്തിൽ എഴുന്നള്ളി വരുമ്പോൾ മണവാളനെ പോൽ നാം മറുരൂപമാകാൻ. സിയോനിൽ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. പകലുള്ള കാലങ്ങൾ അണഞ്ഞടഞ്ഞു പോയി, കൂടിരു നാളുകൾ അടുത്തടുത്തേ. പകലുള്ള കാലങ്ങൾ അണഞ്ഞടഞ്ഞു പോയി, കൂടിരു നാളുകൾ അടുത്തടുത്തേ. ചടുതിയ ജീവിതം പുതുക്കി നിന്നിടുക, ഉടനോടെ പ്രിയനെ എതിരേൽപ്പാൻ പോകാം. ചടുതിയ ജീവിതം പുതുക്കി നിന്നിടുക, ഉടനോടെ പ്രിയനെ എതിരേൽപ്പാൻ പോകാം. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. തിരുസഭയെ നിൻ ദീപങ്ങളാകവേ ദിവ്യപ്രഭയാൽ ജ്വലിച്ചിടട്ടെ. തിരുസഭയെ നിൻ ദീപങ്ങളാകവേ ദിവ്യപ്രഭയാൽ ജ്വലിച്ചിടട്ടെ. മഹിമയിൻ മേഘത്തിൽ എഴുന്നള്ളി വരുമ്പോൾ മണവാളനെ പോൽ നാം മറുരൂപമാകാൻ. മഹിമയിൻ മേഘത്തിൽ എഴുന്നള്ളി വരുമ്പോൾ മണവാളനെ പോൽ നാം മറുരൂപമാകാൻ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. ഹല്ലേലൂയ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. സിയോനേ നീ ഉണർന്നെഴുന്നേൽക്കുകശാലേം രാജനീത വരുവാറായി. 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 Praise you, lift your name. Thank you, Jesus. Thank you, Jesus. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവത്തിന് ഒരുമിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തിന്റെ വരവ് ഏറ്റവും വാസനീയം. നമ്മളോട് വന്നിരിക്കാൻ നമ്മുടെ സമയമായിരിക്കുന്നു. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് താഴ്ത്തിയേൽപ്പി നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ സമർപ്പിക്കുകയും നമ്മളത് ആത്മാവി സത്യത്തെ ആരാധിക്കുകയും ദൈവം തന്ന ഭാഗ്യത്തിനെ ഓർത്തോടെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് നമുക്ക് സ്തോത്രത്തോട് തുതിയോട് ഇരിക്കാം. Hallelujah, hallelujah. We thank you, Jesus. We thank you. We lift your name up higher, Lord. We praise your name. We praise your name. We exalt your name, Lord. Hallelujah, hallelujah, hallelujah. Thank you, Jesus. നമുക്ക് വീണ്ടും ദൈവത്തിന്റെ സന്നിധി നമുക്ക് പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിരിക്കാം.
നമ്മുടെ ഇവരുടെ അടുത്ത് നടക്കുന്ന എല്ലാ മീറ്റിങ്ങും അനുഗ്രഹത്തോടെ പോകുവാൻ സഹായിക്കാൻ വേണ്ടി നമ്മൾ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഷിബു തോമസ് പാസ്റ്റർ ഫ്രം USA ഓർത്ത് പ്രാർത്ഥിക്കാം. ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവശക്തമായിട്ട് ഉപയോഗിക്കാൻ സഹായിക്കാൻ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ഒരു മനസ്സുരൈക്യതയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഈ നാളുകൾ കർത്താവിൻ്റെ വരവിനൊരുങ്ങുവാനും സഹായിക്കാൻ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ തന്നെ പൂർണ്ണ താഴ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പെർഫെക്റ്റ്ലി എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനായി ദൈവം നമ്മുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് ഓർത്ത് വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. നടക്കാൻ പോകുന്ന എല്ലാ മീറ്റിംഗ് അനുഗ്രഹത്തോടെ നടക്കാൻ വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കാം. Therefore I kindly request Pastor Ebi Ben from Canada, IPC Canada region secretary ഈ സമയത്ത് പ്രാർത്ഥന we kindly request to lead in the prayer. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശിക്കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ മക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയുടെ ആദ്യ ദിനത്തിൽ ഈ രാത്രികാലം ഒന്നിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവെ അവിടുന്ന് ഒരുക്കി തന്ന സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശേഷാൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ച മോൺട്രിയായിലുള്ള കർത്താവെ മാറാനാഥ ചർച്ചിനായി ദൈവമക്കൾക്കായി അഭിഷക്തന്മാർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്ത അവസരങ്ങൾക്കായി ദർശനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ പോലും സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ രാത്രികാലം ഞങ്ങൾക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നതാകയാൽ ആ സഹായം വരുന്ന കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് രാത്രികാലം ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം നൽകി തന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എത്രയോ പേർക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുവാൻ കഴിയാതെ, എത്രയോ പേർക്ക് സമാധാനം സ്വസ്ഥതയും ഇല്ലാതെ ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ മഹാവ്യാധിയിലൂടെ അനേകര് ലോകത്തിന് മാറ്റപ്പെട്ടു പോകുമ്പോൾ, അനേകര് രോഗികളായ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞങ്ങളുടെ അസ്ഥികൾക്കൊന്നും കേടുവരാതെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ കരുണയെ ഓർത്തുകൊണ്ട്, അവിടുത്തെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ഈ രാത്രികാലം ഞങ്ങൾ അങ്ങേ നന്ദി ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ മഹിമാസനം വിട്ട് താണലോകത്തേക്ക് ഇറങ്ങി വന്ന് കാലാകാലങ്ങളിലായി ഞങ്ങളെ മക്കളാക്കി തീർത്ത ആ ഭാഗ്യ പദവിക്കായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേക്കൊപ്പം പറയുവാൻ ഒരാളുമില്ല, അങ്ങേ പോലെ ആരാധ്യൻ ആരുമില്ല. ആയിരങ്ങളിൽ 10,000 അതിശേഷനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഭയഭക്തിയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ഇന്ന് രാത്രികാലം ഈ സൂമിലൂടെ, ഫേസ്ബുക്കിലൂടെ, വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവവചനം ശ്രവിക്കാൻ പോകുന്ന എല്ലാ ദൈവ മക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് മുഖാന്തരം ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതിരിക്കുന്ന ചില വ്യക്തികൾക്ക് അതൊരു വിടുതലായി തീർക്കണമേ ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവവചനം ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ഷിബു തോമസ് ഒക്ലഹോമയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. മാറ്റമില്ലാത്ത ദൈവവചനം ഘോഷിക്കുവാൻ ഈ രാത്രികാലം ദൈവം കരങ്ങൾ അവിടുന്ന് ഉപയോഗിക്കണമേ. ആത്മനിറവിൽ സംസാരിക്കുവാൻ, അത് ഞങ്ങൾക്ക് കേൾക്കുവാൻ, കേൾക്കുന്ന ജീവിതങ്ങൾക്ക് അത് വിടുതലാക്കി, കർത്താവെ സഭയ്ക്ക് ഒരു വിടുതലായി, ദേശത്തിന് അത് വിടുതലാക്കി കർത്താവെ അവിടുന്ന് ദൈവം അവിടുന്ന് പ്രവർത്തിക്കാൻ
നൽകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രികാലം തന്റെ ജനത്തെ ദൈവം അവിടെ ഒരുക്കിയെടുക്കണമേ. ഇന്ന് രാത്രികാലം ഈ മാധ്യമത്തിലൂടെ ചാരത്തും ദൂരത്തുമായി ആരെങ്കിലും ഭാരത്തോട്, പ്രയാസത്തോട്, വലിയ ആഗ്രഹത്തോട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്നുള്ള വലിയ പ്രതീക്ഷയോടായിരിക്കുന്ന തന്റെ ജനത്തെ ദൈവം സമാധാനിപ്പിക്കണമേ, ആശ്വസിപ്പിക്കണമേ. ആശ്വാസത്തിന്റെ ദായകനായ ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം അവിടുത്തെ വചനം ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ തക്കവണ്ണം ഈ രാത്രികാലം അവിടുത്തെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മോൺട്രിയാലിലുള്ള സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളെ ദൈവദാസൻ ജേക്കബ് മാത്യുവിനായി സഭയിലുള്ള ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനത്തെ അവിടുന്ന് മാനിക്കണമേ. അവിടുത്തെ പ്രവർത്തനത്തെ വിശാലയിലേക്ക് ഈ ദിവസങ്ങളിൽ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസം ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിലായി ദൈവവചനം ശ്രമിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. വാസ്തവമായി ഇടപെടുന്ന ഒരു രാത്രിയാക്കി, ചില വിടുതലിന്റെ അത്ഭുതങ്ങളുടെ രാത്രിയാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. ഇന്ന് രാത്രി നടക്കുന്ന ദൈവവചനം കർത്താവെ ജനത്തിന് വിടുതലായി, ആ സഭയ്ക്കൊരു അനുഗ്രഹമായി അത് കാരണമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ സഭയെ, ഇന്ന് നടക്കുന്ന വചനത്തെ, ദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, വിനയപൂർവ്വം കേട്ട് ഉത്തരം അരുളുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ വചനത്തിന് പോകുന്ന മുമ്പ്, നമ്മുടെ മെയിൻ സെഷനിലോട്ട് പോകുന്ന മുമ്പ് ഒന്നും കൂടെ താഴ്ത്തി ഏൽപ്പിച്ച് ഒരു പാട്ട് കൂടെ പാടി നമുക്ക് ദൈവത്തിനെ ആരാധിക്കാം. ദൈവത്തിനെ കരുത്തി ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണ താല്പര്യയുടെ കർത്താവേ, ഞങ്ങളോട് നീ സംസാരിക്കണമേ, നിന്റെ വചനം ഞങ്ങളെ അയക്കണമേ. നിന്റെ വചനത്തെ കർത്താവേ ഞങ്ങളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ സഹായിക്കാൻ വേണ്ടി. So therefore I kindly request Brother Vibin and team to lead in the prayer, in the song. Hallelujah. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ ഞാൻ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാൻ
വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നുമോടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നുമോടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനാ വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്ന് ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോധ സമമനശോധനയിലും താണു വീണു പോകാതെ. യോധ സമമനശോധനയിലും താണു വീണു പോകാതെ. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാശ്ചര്യം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയിലെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്ന് ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. Hallelujah. Praise the Lord. Praise the Lord. Thank you, Jesus. Hallelujah. Praise the Lord and thank the Lord for this wonderful day that Lord has given to us. ഇത്രത്തോടെ ദൈവം നമ്മളോട് കൂടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം സഹായിച്ചു കൃപയ്ക്കായി സ്തോത്രത്തോട് വീണ്ടും നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. Though this is a great time, it's my honor and my privilege to share this beautiful Bible seminar, the Word of God, which God is going to speak to us this beautiful evening. Especially before we go for the message, I would like to introduce
about our church. Our church name is Maranatha Malayalam Pentecostal Church. It's a great honor, the privilege to start with a small group. Really, it was a great burden in our life because I have a wonderful testimony in my life behind it's God's will. The coming days, I like to share my testimony to you. And same thing, when I came over to Canada, before I was coming to Canada also, I had a great burden in my heart because there was a call in my life to start a ministry for the God's glorious kingdom. In this burden, what God has given me, just like he said to me in my life, how Abraham left everything when he heard the voice of God. You can see in the Old Testament, in the life of Abraham, especially we mentioned that he never seen what is side of what his life or what enjoyment life he had. He left everything. He began with nothing. He heard only the voice. He had a great faith in God, had trust in his name. He began and he walked. We can see coming up all the life of Abraham. He was really blessed for everybody. Even we know the great blessing of Abraham's life. He stood before God. He obeyed before God. He knew who's God in his life. The same thing in my life as I could experience when God talked to me personally to stood for his mighty kingdom. The reason of behind that we start is that to reach out the gospel everywhere, especially in Montreal. Montreal is a beautiful place we know in Canada. And the same thing, we are just praying to God for do his glorious kingdom. At the same time, we decided we start with a small cell or small group of this church to begin. So when we are praying and we was fasted for the 2 weeks, God has spoke to us to start. I mean, the last month of March 15th, we could begin a small fellowship in our church, in our house. Before that we know it, COVID-19 has raised up. So many churches was closed that we could not meet again, but it was continuing the online prayer. At the same time, it was a great blessing for us. We could meet many new families. We could share the word of God. It is our honor and it is our privilege that God has given to us this such a burden to our life. Please continue us to pray for us. And I thank God. And then we all, every step God has given to us, it is all the grace of God. And same thing, when we begin to think about our church to be affiliated for the IPC, I thank to God. We got a great support from this IPC region, especially president and secretary. As well as they support me, and at the same time, many other pastors also whom I know. Really, I thank for them. And this beautiful evening, I like to welcome everyone for this wonderful seminar. This is a great privilege to hear the God's word, and we know we have a wonderful servant of God, whose God is using amazingly that every sentence, every word, whatever message we heard before, God such wonderfully using him for his glorious way. This such a servant of God today we have also. The word he's speaking, we believe that God is speaking to us. Let's prepare our heart. Like same thing, when Abraham heard the voice from the God, he submitted, he humbled. And we can see every forefather, they done the same thing. They humbled themselves. They agreed the voice of the God. In this evening also, the same thing. We have the great person, Jesus. He is the one. He is the one. He is a great example. Every time, thy will be done. He only the prayer that we knew it, everything that we are doing for his kingdom. We know that we are the instrument of God. God wants us to use for his glorious way. He wants to use the same thing. We believe everybody have different calls in their life. So I thank for wonderful Pastor Shibu Thomas from USA. Really, when I heard, especially our secretary, when he invited and gave us this great plan, it was really blessing for us. And it is a privilege for Montreal also to hear this servant of God also. And this time we will be giving to hear voice of God. Just pray to God. Wherever you are sitting in this online, wherever you are, ask God to speak us. When we ask God, when we are thirsty before God, then the God can talk to us. When we have nothing, when we know something better than God, God does not work. We can hear the voice of man only. Let's pray to God. God, help us to hear your voice only. Because we know how faithfully God was speaking to his children. How faithfully he lead his children. We know from the Old Testament, when they was in the bondage of Egypt, God brought them
very marvelous way. That's why we can see in Psalms 118 verse, in Psalms 100 chapter 18, in the verse we can see down, this is the day that the Lord has made. Because what is the reason behind? Above we can see this is this is the God how work marvelly in their life. Same thing in our life. This ministry also same thing. This God has done every marvelously. Everything in our eyes is a great marvelous. So I thank to God. I humble myself. I kindly request our Pastor Shibu Thomas from USA to lead and to share this beautiful word of God. Let all together warm welcome him and lift God to lift God, glory for his name. Praise the Lord. Thank you, Pastor Jacob Matthew. കർത്താവിന്റെ ധന്യനാമത്തിന് ഇന്ന് രാത്രി മഹത്വവും മാനവും ഉണ്ടാകുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. അതിനായി എന്നെ ക്ഷണിച്ച കർത്തദാസനും IPC മാറാനാഥ ചർച്ചിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ IPC കാനഡ റീജിയന്റെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ടൊറന്റോയിൽ ദിവസങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ ആ സ്ലോട്ട് പാസ്റ്റർ എബിബൻ എന്നോട് ആവശ്യപ്പെട്ടു, ദൈവസഭയ്ക്ക് പ്രയോജനമായി തീരണം പാസ്റ്റർ എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് അത് അങ്ങനെ ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവവചന കേൾവിക്കായി നമുക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സമയത്തിന്റെ പരിമിതി എന്ന് പറയുമ്പോൾ എനിക്ക് 7:30 വേറെ മീറ്റിംഗ് അടുത്ത് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് അടുത്ത 1 മണിക്കൂർ നാം ദൈവവചനം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. വളരെ സാവകാശമായിട്ട് നാം ദൈവവചന ധ്യാനത്തിനായിട്ടാണ് ഇന്ന് രാത്രി സമയം ചെലവഴിക്കുന്നതെന്ന് നാം ഓർപ്പിച്ചല്ലോ. ഒരു പ്രസംഗ രീതിയിലായിരിക്കത്തില്ല. സാധാരണ നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ വളരെ വേഗത്തിൽ വചനം പറഞ്ഞ് ഒരു ദൂത് പറഞ്ഞിരിക്കുന്ന ഒരു അവസരങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇന്നും നാളെയും കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇന്നും നാളെയും നിങ്ങളുമായി ഒരു തിരുവചനത്തിന്റെ ഒരു പ്രത്യേക ഭാഗം പങ്കുവെച്ച് ധ്യാനിക്കുവാനാണ് എനിക്ക് നിയോഗമുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ദിവസങ്ങളിലായിരിക്കാം. IPC കാനഡ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ പെനിയൽ ചെറിയാൻ അവറുകൾ, സെക്രട്ടറി പാസ്റ്റർ എബിബൻ, മറ്റ് ഞാൻ സ്നേഹിക്കുന്ന ധാരാളം ദൈവദാസന്മാർ ആ പട്ടണത്തിലെ പല സ്ഥലങ്ങളിലുണ്ട്. അവരെ എല്ലാം ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയ്ക്കായി സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം ഒരു വാക്യം വായിച്ചു തുടങ്ങുന്നത് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണ് നമ്മുടെ പ്രാരംഭ ചിന്തയ്ക്കായി നാം വായിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. സ്തോത്രം. ഞാൻ തന്നെ ആ വാക്യം നിങ്ങൾക്കായി വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ അവൻ കീഴ്പ്പെടുത്തിയത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ വ്യാഖ്യാനമല്ല ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഒരു വാക്യം എടുത്തിട്ട് നമുക്കായി ദൈവം ഒരുക്കുന്ന ഒരു ഭാവി ലോകം, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഒരുക്കുന്ന ഒരു സ്വർഗസ്ഥലമുണ്ട്. നമുക്കുള്ള ആ സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്തായിരിക്കണമെന്നാണ് ഇന്നും നാളെയുമായി ഞാൻ നിങ്ങളുമായി ഈ വചനത്തിൽ കൂടെ പങ്കുവെക്കുന്നത്. നമുക്ക് ദൈവം ഒരുക്കുന്ന ഒരു ഭാവി ലോകമുണ്ട്. ഈ ലോകത്തിലെ താൽക്കാലിക വാസം കഴിഞ്ഞാൽ അത് 70 ആണോ 80 ആണോ 100 ആണോ നമുക്കറിയത്തില്ല. എത്ര ആണെങ്കിലും നമ്മുടെ വിശ്വാസയാത്രയുടെ ദീർഘം എത്രയാണെന്ന് എനിക്കറിയില്ല. അത് തീർന്നാൽ നാം ഇവിടുന്ന് പറന്നു പോകേണ്ടവരാണ്. ആ സത്യം നാം മറന്നു പോകരുത്. അങ്ങനെ നാം ഇവിടുന്ന് പറന്നു പോയി കഴിയുമ്പോൾ നാം എത്തിച്ചേരുന്ന ഒരു ഭാവി ലോകമുണ്ട്. ആ ലോകം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ് സ്വർഗം എന്ന ആ സ്ഥലം. നാം വിളിക്കുന്ന ആ സ്വർഗം എന്ന സ്ഥലം, അതിനെക്കുറിച്ച് ഇന്ന് രാത്രി ഞാൻ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു ആഴ്ച നീണ്ടു നിൽക്കേണ്ട പഠനം എത്ര മണിക്കൂർ എടുത്താലും തീരാത്തതാണ്. ഇത് പറയണമെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന നമ്മെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാതെ ഇത് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കിന്ന് രാത്രി അതിന് സമയമില്ല. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നിത്യതയ്ക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഒരു കൂട്ടത്തോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന നല്ല ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അല്ല, ആരെങ്കിലും ഇതുവരെയും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കും ഇത് യേശുവിനെ കണ്ടുമുട്ടുവാനുള്ള അവസരമാകട്ടെ. ആരെങ്കിലും കർത്താവിന്റെ കൽപ്പനയായ മുഴുകൽ സ്നാനം ഇന്ന് വരെയും അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇത് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഒരു അവസരമായി തീരട്ടെ എന്നൊക്കെ ഞാൻ ആശിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. കാരണം മുമ്പുള്ള ഞാൻ ഓർപ്പിച്ച പ്രകാരം മനുഷ്യനെ കുറിച്ചും മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചും അതിനുണ്ടാകുന്ന രൂപാന്തരത്തെക്കുറിച്ചും
മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ സാധാരണ സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം അല്ലാത്ത കൊണ്ട് ദൈവം നമുക്കായി ഒരുങ്ങുന്ന ഭാവി ലോകം, സ്വർഗം എന്ന ആ സത്യത്തെക്കുറിച്ച് ഇന്ന് നാളെ ഞാൻ സംസാരിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടും. മിക്ക മതങ്ങളും സ്വർഗം എന്ന സത്യത്തെ അംഗീകരിക്കുന്നവരാണ്. എന്നാൽ ഒരു മതത്തിന്റെ സ്വർഗ ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗീയ സങ്കല്പത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മറ്റു മതങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വർഗീയ അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചുള്ള വിശ്വാസം. മദ്യവും അപ്സരസുകളും ദൂതന്മാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ മാലാഖകളും മലക്കുകളും ഒക്കെ നിൽക്കുന്ന സ്വർഗമാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ അല്ലെങ്കിൽ ചിന്തകളുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും അല്ലെ സ്വർഗത്തെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അന്ധവിശ്വാസം പോലെയാണ്. യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമാണ്. ഇനി പെന്തിക്കോസ്തുകാരായ നമുക്ക് നല്ലൊരു പങ്കും സ്വർഗത്തെ കുറിച്ചുള്ള നല്ല അറിവോ വചനത്തിന്റെ വെളിപ്പാടോ ഇല്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ ഖേദം തോന്നാറുണ്ട്. സ്വർഗമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, നരകമുണ്ടെന്നറിയാം. എന്നാൽ സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തകൾ വളരെ വികലമായിട്ടാണ് ചിന്തിക്കുന്നത്. മലയാളികൾ എന്ന ഒരു മലയാളി ആളെന്ന നിലയിൽ, ഏകദേശം 10-21 വർഷം കേരളത്തിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ, മലയാളം പെന്തിക്കോസ് സമൂഹത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ശുശ്രൂഷിക്കുന്ന ഒരാളെന്ന നിലയിൽ, മലയാളികളുടെ മനസ്സിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ വെള്ള ഷർട്ടും വെള്ള മുണ്ടും അല്ലെങ്കിൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും അല്ലെങ്കിൽ വെള്ള ചുരിദാറും ഇട്ടുകൊണ്ട് ഒക്കെ വെള്ള ശുഭ്രവസ്ത്രധാരികൾ ഇരിക്കുന്ന ഒരു കൂട്ടം സ്വർഗം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരന്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ വെള്ള കുർത്തായി പൈജാമയൊക്കെ ഇട്ട ഒരു കൂട്ടം ആൾക്കാർ. ഇനി അമേരിക്കക്കാരന്റെ കാര്യം പറഞ്ഞ വെള്ള സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് തലയിൽ ഒരു കിരീടമൊക്കെ വെച്ച് 24 മണിക്കൂറും കൈയടിച്ച് കൊട്ടിപ്പാടുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്ന ഒരു ചിന്തയാണ് മനുഷ്യരുടെ മനസ്സിലിരിക്കുന്നത്. തെറ്റല്ല, ഒരു ചിന്ത ഇരിക്കുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മമായി നാം പഠിച്ചെങ്കിലേ നാം പോകുന്ന സ്വർഗം എന്താണെന്നും അത് എവിടെയാണെന്നും അത് എങ്ങനെയുള്ളതാണെന്നും നമുക്ക് ഇന്ന് രാത്രി വ്യക്തമായി തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. സ്വർഗം എവിടാണെന്ന ആദ്യത്തെ ചോദ്യത്തോടു കൂടി ഞാൻ ഈ വചനത്തിന്റെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നാം പോകുന്ന ഭാവി ലോകം ആയ സ്വർഗം എവിടെയാണ്? സ്വർഗം എവിടെയാണ്? സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉടനെ കൈ ചൂണ്ടി മുകളിലോട്ട് നോക്കി കൈ ചൂണ്ടി കാണിക്കുന്ന നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സ്വർഗം എന്നാണ് പൊതുവെയുള്ള മനുഷ്യരുടെ ധാരണ. എന്നാൽ മുകൾ ഭാഗം, അടിഭാഗം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു ആപേക്ഷിക റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ സത്യത്തിൽ നാം പലപ്പോഴും ഓർക്കാറില്ല. മുകള് താഴ്വശം എന്നൊക്കെ പറയുന്നത് ദൈവകാര്യങ്ങളെ സംബന്ധിച്ച് ഉയരം ആഴം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. ഈ മനുഷ്യന്റെ കണക്ക് കൂട്ടലിലോ മനുഷ്യന്റെ ചിന്തയിലോ പെട്ട കാര്യങ്ങളല്ല. നമ്മുടെ തലയ്ക്ക് മുകളിൽ നട്ടുച്ചത്ത് നേരത്ത് കാണുന്ന സൂര്യൻ 12 മണിക്കൂർ കഴിയുമ്പോൾ എവിടെയായിരിക്കും? ഭൂമിയുടെ മറുകരയിലല്ലേ? മുകളിലാണോ താഴെയാണോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മറുവശത്താണ്, ഭൂമിക്ക് അടിയിലല്ല, മറുവശത്താണ്. നാം രാത്രിയിൽ തലയ്ക്ക് മുകളിൽ കാണുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും പകൽ എവിടെയായിരിക്കും? അപ്പൊ ഇതൊക്കെ നാം ചിന്തിക്കണം. ചന്ദ്രനിൽ നിന്ന് ഭൂമിയുടെ പടം എടുക്കുന്നവര് താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞു നോക്കിയാണോ ഭൂമിയുടെ ചിത്രം എടുക്കുന്നതെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഇവിടെ നിന്ന് സ്പേസ് ഷട്ടിലൊക്കെ മുകളിലോട്ടാണല്ലോ പോകുന്നത്. അവിടെ നിന്ന് അവര് താഴോട്ടാണോ വരുന്നത്, മുകളിലോട്ടാണോ പോകുന്നത്? അവിടെ നിന്നും യാത്ര ചെയ്ത് മുകളിലോട്ട് പോയാണ് തിരിച്ചു ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്വർഗം തലയ്ക്ക് മുകളിലാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? തെറ്റിദ്ധരിക്കല ഞാൻ ഈ പറയുന്നത്. സ്വർഗം തലയ്ക്ക് മുകളിലാണെന്ന് ബൈബിൾ പറയുന്നുമില്ല. വേദപുസ്തകം പറയാത്ത എത്രയോ അബദ്ധ ജടിലമായ ചിന്തകൾ മനുഷ്യർ വെച്ച് പുലർത്തുന്നുണ്ട്. എത്രയോ ക്രൈസ്തവ ലോകത്തിൽ തന്നെ എത്രയോ പേര് വിശുദ്ധ തിരുവഴുത്തിൽ ഇല്ലാത്തത് തിരുവഴുത്തിൽ ഉണ്ടെന്ന് അഭിനയിച്ചുകൊണ്ട് പറയാറുണ്ട്. പറയാറില്ല, യേശു പുൽക്കൂട്ടിൽ ജനിച്ചു എന്നൊക്കെയല്ലേ ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്നത്. യേശു രാത്രിയിൽ ജനിച്ചു എന്ന് പറയുന്നവരുണ്ട്. 3 വിദ്വാൻമാരാണ് കിഴക്ക് നിന്ന് വന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. 3 സമ്മാനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ടാണ് അവർ അപ്രകാരം സംസാരിക്കുന്നത്. ക്രൂശിൽ കിടന്ന വലത്തെ കള്ളനാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും തെറ്റാണോ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തിരുവചനം വ്യക്തത തരാത്ത കാര്യങ്ങളെ ഉപദേശങ്ങളായും അല്ലെങ്കിൽ ഒക്കെ സ്ഥാപിച്ചെടുക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മഗ്ദല മറിയം പാപത്തിൽ ജീവിച്ചവളായിരുന്നുവെന്ന് പഠിപ്പിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. പക്ഷേ തിരുവചനം പഠിപ്പിക്കുന്നത് അവളിൽ 7 ഭൂതം വിട്ടുമാറിയത് മാത്രമേ ഉള്ളൂ.
യേശുവിന്റെ കാൽക്കൽ കണ്ണുനീർ കൊണ്ട് കഴിയത് മഗ്ദലമറിയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടൻ പന പോലെ തഴയ്ക്കും. ഇതൊക്കെ വിശുദ്ധ തിരുവെഴുത്ത് വചനാടിസ്ഥാനത്തിൽ വാക്യാടിസ്ഥാനത്തിൽ നമുക്ക് തെളിവ് തരാത്ത കാര്യങ്ങളെ ഊഹാപോഹം കൊണ്ട് പറഞ്ഞത് പാരമ്പര്യമാക്കി മാറ്റുന്ന ഒരു സമയമാണ്. അങ്ങനെ വസ്തുനിഷ്ഠമായി ഇത് പഠിപ്പിക്കുവാൻ ആളില്ലാത്തത് കൊണ്ടും അല്ല കേൾക്കാൻ ആർക്കും സമയമില്ലാത്തത് കൊണ്ടും വചനം യഥാർത്ഥത്തിൽ വെളിപ്പെട്ട് കിട്ടാതെ തിരുവചനം പറയുന്ന പോലെ മനുഷ്യന്റെ മനസ്സിനെ ഹൃദയത്തിലെ പിശാചെ ഇരുട്ടിലാക്കി കളയുന്നു. അപ്പൊ നമുക്ക് മടങ്ങി വരാം. സ്വർഗം എവിടാണെന്ന ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ചോദ്യം വെക്കുകയാണ്. നാം പോകുന്ന ഭാവി ലോകമായ സ്വർഗം എവിടെ ആയിരിക്കാനാണ് സാധ്യതയുള്ളത്? നമുക്ക് വചനത്തിലോട് നോക്കാം. വാഴ്ച കാക്കാതെ വീണുപോയ ദൂതന്മാർ എന്നൊരു കൂട്ടരാണ്. അതിനാണ് പിശാചും കൂട്ടരുമായി മാറിയത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആരാധനാ സംഘത്തിലെ കേന്ദ്രത്തിലെ പ്രധാനികളായിരുന്ന ലൂസിഫറും കൂട്ടരും അവർക്ക് ദൈവം കൊടുത്ത അവരുടെ വാഴ്ച, ഇരിപ്പിടം, അവർക്ക് കൊടുത്ത സ്ഥാനമാനങ്ങൾ അത് കാക്കാതെ അവർ വീണുപോയ ദൂതന്മാരാണ് പിശാചും കൂട്ടരും. ആ ചരിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിശാചിന് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ലൂസിഫറിന് അറിയാം സ്വർഗം എവിടായിരുന്നു എന്ന്. ആ വാക്യം നമ്മളൊന്ന് വായിക്കാൻ പോകുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഐശയ്യാ ചാപ്റ്റർ 14 വേഴ്സസ് റീഡിംഗ് ഫ്രം 12 through 14. ഈ 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും. ഇതാണ്: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അതിന്റെ 13-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ കയറും. ഈ പിശാച് എന്ന് പറയുന്ന ലൂസിഫർ എന്ന് അറിയപ്പെടുന്ന വെട്ടേറ്റു വീഴുന്നതിന് മുമ്പ് ഹൃദയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്ന് അരുളും. 14-ാം വാക്യം: മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. നോക്കൂ, ഇതാണ് സ്വർഗം എവിടെ എന്ന വ്യക്തമായി നമുക്ക് കിട്ടുന്ന ഒരു തെളിവാണ്. എന്തായിരിക്കാം സ്വർഗം എന്നുള്ളത്? സ്തോത്രം. ഇവിടെ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്ക് എന്ന് പറയുമ്പോൾ നോർത്ത്, വടക്ക് അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇവിടെ ലൂസിഫർ പറയുന്ന സ്വർഗസിംഹാസനം ഉത്തരദിക്കിന്റെ അതിർത്തിയിലാണ്. എടുത്തു പറഞ്ഞാൽ സ്വർഗം ഭൂമിയുടെ വടക്കു ഭാഗത്താണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നില്ലേ? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരദിക്കിലാണ്, നോർത്തിലാണ് സ്വർഗം എന്ന ഒരു ചിന്തയാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭൂമിയെക്കാളും സകല പ്രപഞ്ചങ്ങളെക്കാളും നക്ഷത്ര മണ്ഡലങ്ങളെക്കാളും അവയുടെ ഭ്രമണ പദത്തെക്കാളും ഒക്കെ അതിവിശാലതമാണ് സ്വർഗമായതുകൊണ്ട് അതിന്റെ ദിശയ്ക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. അതിന്റെ ദിശയ്ക്ക് മേഘമണ്ഡലം, അന്തരീക്ഷം, നക്ഷത്രമണ്ഡലം, ശൂന്യാകാശം, ഇതിനൊക്കെ അപ്പുറത്താണ് സ്വർഗം. ദൈവമക്കളെ, നമ്മുടെ ചിന്തകൾക്ക് ഗാലക്സി, ഇങ്ങനെയുള്ള ഭൂമി പോലുള്ള പുതിയ ആകാശം, പുതിയ ഭൂമി എന്നൊക്കെ കേൾക്കുന്ന ഇതുപോലൊരു ഭൂമി, ഇതുപോലൊരു സ്വർഗം എന്നുള്ള അർത്ഥത്തിലല്ല. സ്വർഗം, ദൈവം ഒരുക്കുന്ന സ്വർഗം അതിവിശാലമാണ്. ദൈവം ഒരുക്കുന്ന സ്വർഗത്തിന്റെ ആപേക്ഷികത നമുക്ക് അളക്കാം. പുത്തനാമെരുശലേമിന്റെ നീളവും വീതിയും ഒക്കെ പറയുന്നതുണ്ടതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ഈ സ്വർഗം എന്ന് പറയുന്നത് അതിവിശാലമാണ്. സങ്കീർത്തനം 75-ന്റെ 6-ാം വാക്യം, 75-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അനുഗ്രഹം വരുന്നത് കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല. അപ്പൊ 3 കാര്യങ്ങൾ പറയുകയാണ്. 3 ദിക്കുകൾ പറഞ്ഞു. 75-ാം സങ്കീർത്തനം 6-ാം വാക്യമാണ്: കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. പിന്നെ സൈലന്റ് അല്ലേ? പിന്നെ എവിടുന്നാ വരുന്നത്? അപ്പൊ ഇത് 3 സ്ഥലത്തു നിന്നല്ലെങ്കിൽ പിന്നെ ഉയർച്ച വരുന്നത് വടക്കൂന്ന് തന്നെ ആയിരിക്കണം. അതിന് സങ്കീർത്തനം 48-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെ നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ പറയുന്നുണ്ടല്ലേ, 48-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും ഞാൻ ഈ ഉത്തരദിക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞു വരികയാണ്. ഇന്ന് രാത്രി സ്വർഗം വടക്കാണെന്ന് സ്ഥാപിച്ചിട്ട് നിങ്ങളുടെ കയ്യടി നേടുകയല്ല എന്റെ ഉദ്ദേശം.
ഞാൻ സ്വർഗം എന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 48-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉത്തരഗിരിയായ സിമിയോ, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം എന്ന് പറഞ്ഞാൽ മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാകുന്നു. ഉത്തരഗിരി ഓൺ ദ സൈഡ്സ് ഓഫ് ദ നോർത്ത് എന്നാ പറയുന്നത്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാകുന്നു. അവിടെയാണ് മഹാരാജാവിന്റെ സിംഹാസനം. 3-ാം വാക്യത്തിൽ പറയുന്നത് അവിടെയാണ് ദൈവം വസിക്കുന്ന സ്ഥലം. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലായി. ദൈവിക സിംഹാസനത്തിന്റെ സ്ഥലം, ഇരിപ്പിടം എന്ന് പറയുന്നത് ഉത്തര ഗിരിയിലാണ്, വടക്കാണ്. എന്തിന്റെ വടക്കെന്നുള്ളത് അടുത്ത വിഷയം. ഞാൻ ആദ്യം ഓർപ്പിച്ചതൊക്കെ ഒരു ആപേക്ഷികമാണ്. സ്വർഗം വടക്കാണ്, മുകളിലാണോ താഴെയാണോ എന്നുള്ളതല്ല നമ്മുടെ ചിന്താ വിഷയം. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. എന്നാൽ ദൈവസിംഹാസനത്തിന്റെ യഥാർത്ഥ സ്ഥലം ദൈവം ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എവിടാണെന്ന്. കാരണം പലരും സ്വർഗത്തിൽ ദൈവം സിംഹാസനത്തിൽ യെശയ്യാവ് കണ്ടു, സ്തേഫാനോസ് കണ്ടു, പലരും കണ്ടിട്ടുണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ, ആ തേജസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഏത് ദിശയിലാണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊന്നും ദൈവം ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം, ഇയ്യോബ് 26:9 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവസിംഹാസനം മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. മനുഷ്യന്റെ കണ്ണിൽ വെളിപ്പെടാതെ, God has hidden his throne from the eyes of the men. Man cannot see the king in the throne of God. ദൈവത്തിന്റെ സിംഹാസനം മനുഷ്യന് കാണാതെ വണ്ണം ദർശനം അവൻ മറച്ചു വെച്ചിട്ട് he spread a cloud upon that. അവൻ അതിന്റെ മുകളിൽ ഒരു മേഘം വിരിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ഈ ഒരു ഭാഗം നിന്നുകൊണ്ട്, പക്ഷെ അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ പാർക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, പക്ഷേ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം ദൈവം തുറക്കാറുണ്ട്. എത്രയോ പ്രാവശ്യമാണ് വിശുദ്ധ തിരുവെഴുത്തില് ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും നിന്നയിലും ഏകാന്തതയിലും ഒറ്റപ്പെടലിലും ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും ആരുമില്ലാതെ അലഞ്ഞു നടക്കുമ്പോഴും ആശങ്കകൾ കൊണ്ട് ഹൃദയത്തിനകത്ത് വേദന നിറഞ്ഞിരിക്കുമ്പോഴും ഒക്കെ എത്രയോ പ്രാവശ്യം ദൈവം തന്റെ ജനത്തിനു വേണ്ടി സ്വർഗം തുറന്നു കൊടുത്തിട്ടുണ്ട്. നാം വായിക്കുന്നുണ്ടല്ലോ എത്രയോ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി 28:10 നാം ഇങ്ങനെ വായിക്കുന്നത്, യാക്കോബ് തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് സഹോദരന്റെ ഭീഷണിക്ക് മുമ്പിൽ ഓടിപ്പോകുന്ന ഒരു രാത്രിയില് ബേർശേബ മരുഭൂമിയിൽ അർദ്ധരാത്രിക്ക് സൂര്യൻ അസ്തമിച്ച സ്ഥലത്ത് തലയിൽ കല്ല് തലയണയായി വെച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അന്ന് രാത്രി അവന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറന്നില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ നിന്ന് ദൂരെയാണ്. പോകേണ്ട ലക്ഷ്യസ്ഥാനമായ പദ്ദനാരാം അരാമ്യൻ ആയ ലാബാന്റെ വീട്, അമ്മയുടെ ആങ്ങളയുടെ വീട്, അമ്മാച്ചന്റെ വീട് ബഹുദൂരം യാത്ര തൊട്ട് മുമ്പിലുണ്ട്. എങ്ങും എത്താൻ കഴിയാതെ, തിരിച്ചു പോകുവാൻ കഴിയാതെ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ കുടുങ്ങിപ്പോയോ എന്ന് ചിന്തിച്ച് രാത്രിയില് ഒരു കല്ലുമെടുത്ത് തലയണയായി വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും നല്ല കംഫോർട്ടബിൾ ആയ ഫില്ലോ വെച്ചിട്ടും ഏറ്റവും നല്ല ബെഡിൽ കിടന്നിട്ടും ഉറക്കം വരാത്ത എത്രയോ രാത്രികൾ നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലത്ത്, ഇരുട്ടും അന്ധകാരവും വ്യാപരിക്കുന്ന സ്ഥലത്ത്, കൂരിരുട്ട് കൊണ്ട് മൂടിയിരിക്കുമ്പോൾ, ദുഷ്ടമൃഗങ്ങളുടെ മുരൾച്ച ഇടം വലം കേൾക്കുമ്പോൾ, രാത്രിയിൽ ഒരു കല്ലെടുത്ത് വെച്ച് കിടന്നാൽ അവിടെ കിടന്ന് അവൻ ഉറങ്ങിയെങ്കിൽ, എന്താ അതിന്റെ കാരണം പറയുന്നുണ്ട്. ഉറക്കം വന്നെങ്കിൽ അവിടെ ഒരു സ്വർഗം തുറന്നിരുന്നു. അന്ന് രാത്രി അവനൊരു ദർശനം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി, ഭൂമിയിൽ ഒരറ്റം, വേറൊരറ്റം സ്വർഗത്തിൽ. അതിന്റെ അർത്ഥമല്ല ഈ കോവേണി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നതെന്ന് ദുബൈയിലെ ബർജ് ദുബായിലെ ആ വലിയ കെട്ടിടം പോലൊന്നും അല്ല ദൈവമക്കളെ. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി എന്ന് പറയുമ്പോൾ കണ്ണെത്താത്ത ദൂരത്താണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്വർഗം അടുത്താണെന്ന് യാക്കോബിന് അന്ന് രാത്രി മനസ്സിലായി. എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്ത് എൻ്റെ ദൈവമുണ്ടെന്ന്.
ഹല്ലേലൂയ. അത് ആരും അറിയാത്ത സ്ഥാനത്തും ആരും കാണാത്ത സ്ഥാനത്തും ആരും ഇല്ലെന്ന് ഞാൻ കരുതിയിടത്തും. കാരണം അടുത്ത വരും വാക്യങ്ങളിൽ യാക്കോബ് പറയുന്നുണ്ട്, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ. വന്നു കയറിയപ്പോൾ ഇത് കൂരിരുട്ട്, വന്നു കയറിയപ്പോൾ ഇത് ഭീതിയുടെ സ്ഥലം, വന്നു കയറിയപ്പോൾ ഇത് നിരാശയുടെ സ്ഥലം, തലയ്ക്ക് കല്ല് വെച്ച് തലവേദന പോലെ ഉള്ള വിഷയങ്ങൾ. ഉറക്കം വരുന്ന സ്ഥലമല്ല, പക്ഷെ ഉറക്കം വരാത്ത രാത്രികളിൽ എന്നെ ഉറക്കുവാൻ സഹായിച്ചത് വേദനയുള്ള സ്ഥാനത്ത് തല പൊള്ളുന്ന വിഷയങ്ങള്, തല വേദനയെടുക്കുന്ന വിഷയങ്ങള് ഒക്കെ എന്റെ ചുറ്റും ഉണ്ടായിരുന്നപ്പോഴും ഞാൻ സുഖമായി ഉറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഭൂലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയുടെ നടുവിലും ദൈവമക്കൾ ഹല്ലേലൂയ ആയിരിക്കുന്ന ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും ദൈവത്തെ സേവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സ്തോത്രം ഹല്ലേലൂയ, നിങ്ങളുടെ ഭവനത്തിലും തുറന്നൊരു സ്വർഗമുണ്ട്, നിങ്ങളുടെ വീട്ടിലും തുറന്ന ഒരു സ്വർഗമുണ്ട്. ഈ സത്യം തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? അല്ലെ, ഈ പാസ്റ്ററെ നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ കഴിയത്തില്ല, മറ്റു ദൈവമക്കളുമായി നിങ്ങൾക്ക് ഒരുപക്ഷെ കൂട്ടായ്മ കാണത്തില്ല, അപ്പനും അമ്മയും നാട്ടിലായിരിക്കാം, അവരെ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇന്ന് നടക്കുന്നില്ലായിരിക്കാം. അപ്പനേക്കാളും അമ്മയെക്കാളും സഭക്കാരെക്കാളും പാസ്റ്ററെക്കാളും കൂട്ടുവിശ്വാസികളെക്കാളും തൊട്ടടുത്ത് ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. അല്ലെ, അപ്പം സ്വർഗം ദൈവമക്കൾക്ക് വേണ്ടി തുറക്കാറുണ്ട്. നാം യെഹെസ്കേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, കെബാർ നദീതീരത്തിരിക്കുന്ന യെഹെസ്കേല് ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച് 25-ാമത്തെ വയസ്സിൽ പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ട് പോയവനാണ് യെഹെസ്കേല് കൊണ്ടുപോയ സമയത്ത് 25 വയസ്സ് പ്രായമുണ്ടെന്ന് ആ ചരിത്രമൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാകും. പൗരോഹിത്യ ശുശ്രൂഷ ഏൽക്കേണ്ട 30-ാമത്തെ വയസ്സ് അടുത്ത് വരുന്നു. പക്ഷെ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 30-ാമത്തെ വയസ്സായി. 5 വർഷത്തെ തന്നെ പ്രവാസം കഴിഞ്ഞപ്പോൾ കെബാർ നദീതീരത്ത് പോയി ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ബാബേൽ നദീതീരത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ ഓർത്ത് കാണും, ഞാൻ ഇപ്പൊ ഈ വർഷം ഈ സമയത്ത് യെരൂശലേമിലായിരുന്നെങ്കിൽ എന്റെ പിതാക്കന്മാർ ചെയ്തു കഴിഞ്ഞ പൗരോഹിത്യത്തിന്റെ പാരമ്പര്യത്തിന്റെ അടുത്ത അവകാശമായി തീരേണ്ടവനാ, ആലയത്തിൽ ശുശ്രൂഷിക്കേണ്ടവനാ. ഇന്ന് ഇവിടെ ഒന്നുമില്ലാത്തവനായി പ്രവാസത്തിലായിരിക്കുന്നു, ശുശ്രൂഷയുടെ സാധ്യതകൾ കാണുന്നില്ല, ഭാവി മുന്നോട്ട് നോക്കിയാൽ ഇരുട്ടിലായിരിക്കുന്നു. പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം, യെരൂശലേമിലെ ദേവാലയത്തിന്റെ മുകളിൽ ഹല്ലേലൂയ യാഗപീഠത്തിൽ നിന്ന് ഉയരുന്ന പുകയ്ക്ക് മുകളിൽ മാത്രമല്ല സ്വർഗം തുറക്കുന്നത്, അങ്ങ് ദൂരെ ബാബേലിലും ഞാൻ ഇരിക്കുന്ന പ്രവാസത്തിന്റെ നടുവിലും എന്റെ തലയ്ക്ക് മുകളിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഭക്തന്മാർ ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കണം. അബ്രഹാമിന്റെ വീട്ടിലെ കത്തുന്ന യാഗപീഠത്തിൽ നിന്ന് ഉയരുന്ന പുകയുടെ ചുരുളിന്റെ മുകളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് വാഗ്ദത്തങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും കൊടുക്കുന്നത് അബ്രഹാമിന്റെ കൂടാരത്തിൽ പാർത്തിരുന്ന മിസ്രയീമെ ദാസിയായ ഹാഗാർ പലവട്ടം കണ്ടിട്ടുണ്ട്. കാരണം കത്തുന്ന യാഗപീഠത്തിൽ ഉടമ്പടി ചെയ്യുന്ന ദൈവത്തെ. പക്ഷേ ബേർഷേബ മരുഭൂമിയിൽ ഉൽപ്പത്തി 16-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും ഒരു തുള്ളി വെള്ളം നാവിൽ തൊടുവാനില്ലാതെ താൻ ഉഴന്നു നടക്കുമ്പോഴും ആ ബേർഷേബ മരുഭൂമിയിൽ, ഷൂർ മരുഭൂമിയിൽ തനിക്ക് വേണ്ടി തുറന്നിറങ്ങി വരുന്ന ദൈവദൂതന്മാരുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, സഭാ ഹോളിന്റെ ചുറ്റുവട്ടത്തിൽ മാത്രമല്ല, 4 പേര് കൂടെ ഇരുന്ന് കൈയടിക്കുമ്പോൾ മാത്രമല്ല, നിന്റെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും നിന്റെ ഏകാന്തതയിലും നിന്റെ വേദനയിലും നിന്റെ തലയ്ക്ക് മുകളിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കണം. എസെക്കിയേലിനെ സ്വർഗം തുറന്നു. അല്ലെങ്കിൽ എസെക്കിയേലിനെ പ്രവാചകനാക്കി ദൈവം മാറ്റി. 30-ാമത്തെ വയസ്സിൽ പുത്തൻ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചു. എല്ലാം കഴിഞ്ഞു, അവസാനിച്ചു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് പുത്തൻ അഭിഷേകത്തോടെ ദൈവം ഇന്ന് രാത്രി ചിലരുടെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറന്ന് പുത്തൻ ദൂതുകൾ ചിലരെ പിടിച്ചേൽപ്പിക്കുന്നുവെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ വിടുന്നില്ല. കല്ല് പ്രസംഗിക്കുന്ന സ്തേഫാനസിന് വേണ്ടി തുറക്കുന്ന സ്വർഗമുണ്ടായിരുന്നു. മനുഷ്യൻ കല്ലെറിയുമ്പോൾ, മനുഷ്യൻ പല്ല് കടിക്കുമ്പോൾ, മനുഷ്യർ കോപ പരവശരായി നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗമുണ്ട്. കൽപ്പന അനുസരിക്കുന്ന യേശുവിന് വേണ്ടി സ്വർഗം തുറന്നില്ലേ? 30-ാമത്തെ വയസ്സിൽ യോർദാന്റെ തീരത്ത് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗം തുറന്നു. എന്താ അതിന്റെ അർത്ഥം? അവിടെ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. മറിയുടെ മകനാണ്, തച്ചന്റെ മകനാണ്, ജാരസന്തതിയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 30 വർഷമായി
ഹല്ലേലൂയ, പരസ്യമായും രഹസ്യമായും സകലരും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആക്ഷേപത്തിന്റെ മുകളിൽ സ്വർഗം തുറന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മനുഷ്യർ നിന്ദിക്കുന്നിടത്ത് തുറന്നു വരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രിയും ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടെ പറയുവാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ചിന്ത സ്വർഗം എവിടെയാണ് എന്നൊരു ചിന്തയാണ്. ദിശയല്ല, സ്വർഗം മുകളിലാണോ താഴെയാണോ എന്നുള്ളതല്ല, ഉത്തരഗിരിയായ സ്വർഗം. സ്തോത്രം. ദൈവമാണ് അതിന്റെ സ്ഥാനം നിർണയിച്ചിരിക്കുന്നത്. രണ്ട് സ്വർഗങ്ങൾ എത്രയുണ്ട്? സ്വർഗം ഒന്നേ ഉള്ള എന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് 7 സ്വർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൽ നാം പറയുന്നു, വിശ്വാസത്തിൽ എത്ര സ്വർഗമുണ്ട്? വചനം നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്തോത്രമല്ലേ. ഷമായിം ബർഷിത് ബറ എലോഹീം അല്ല ആ വാക്കം കൊണ്ട് തുടങ്ങുമ്പോൾ ആദിയിൽ ദൈവം ആകാശം ഷമായിം ആകാശങ്ങൾ സ്വർഗങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ് പറയുന്നത്. സ്തോത്രമല്ലിയ. എന്താണ് അതിന്റെ അർത്ഥം? സ്വർഗം ഒന്നിലധികമുണ്ട്. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ദർശനത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് ശരീരത്തോടു കൂടിയോ അല്ല എന്ന് ഞാൻ അറിയുന്നില്ല. 2 കൊരിന്ത്യർ 12 വായിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, കുറഞ്ഞ പക്ഷം 3 സ്വർഗങ്ങൾ ഉണ്ട് എന്നുള്ള സത്യമാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടുവെന്ന് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയണമെങ്കിൽ സ്വർഗം ഒന്നല്ല 3 ഉണ്ട്. ഇനിയും 3-ൽ കൂടുതൽ ഉണ്ടോ എന്ന് വചനത്തിൽ പറയാത്തത് കൊണ്ട് മിനിമം 3 സ്വർഗങ്ങൾ ഉണ്ട് എന്ന് നാം വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ്. ഏതാണ് ഈ 3 സ്വർഗങ്ങൾ? നമുക്കതൊന്ന് നോക്കാം. ഏതാണ് ഈ 3 സ്വർഗങ്ങൾ? ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ലൂസിഫറിന്റെ അരുണോദയ പുത്രനായ ശുക്രന്റെ വാക്കുകൾ ശ്രദ്ധിച്ചെങ്കിലേ ഈ 3 സ്വർഗങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് മടങ്ങി പോയി ഒന്നുകൂടെ വായിച്ചു നോക്കാം. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വായിക്കാം. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ ലൂസിഫർ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന് മീതെ ഞാൻ ഇരുന്ന് അരുളും. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള അസെൻഡിങ് ഓർഡർ, ആരോഹണ ക്രമം അനുസരിച്ച് ഇതായിരിക്കാം 3 സ്വർഗങ്ങൾ. നോക്കണം, ആ ലൂസിഫറിന്റെ ലാംഗ്വേജ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതായിരിക്കാം ആ സ്വർഗത്തിന്റെ അസെൻഡിങ് ഓർഡർ. 1 മേഘമണ്ഡലം, അന്തരീക്ഷം, അല്ലെങ്കിൽ ഫേർമമെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലം. അതുകൊണ്ടല്ലേ 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവായി മടങ്ങി വരുന്ന യേശുവിന്റെ 1-ാമത്തെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ മേഘപ്രത്യക്ഷത എന്ന് നാം വിശ്വസിക്കുന്ന, നാം പ്രസംഗിക്കുന്ന, നാം പഠിപ്പിക്കുന്ന ആ മേഘപ്രത്യക്ഷതയിൽ കർത്താവിന്റെ വരവുണ്ടാകുന്നത് ആ സ്ഥലത്താണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ എവിടെ എടുക്കപ്പെടും? മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:16. അപ്പം ആ യേശു ഭൂമിയിലേക്ക് വരുന്ന വരവിൽ ഭൂമി വരെ എത്തുന്നില്ല. മേഘമണ്ഡലം എന്ന് പറയുന്ന ഇവിടെ പറയുന്ന മേഘോന്നതങ്ങൾ, ആ സ്ഥലമാണ് 1-ാം സ്വർഗം എന്ന് പറയുന്നത്. 1-ാം സ്വർഗം ആകാശവിധാനത്തിൽ വാനവിധാനത്തിൽ ദൂതരുമായി യേശു വരുമെന്നൊക്കെ പറയുന്ന 1-ാം മണ്ഡലം, അതാണ് 1-ാം സ്വർഗം. 2-ാം സ്വർഗം എന്ന് പറയുന്നത് ഇവിടെ നാം കണ്ടല്ലോ, ഹല്ലേലൂയ, നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെ ഞാൻ എന്റെ സിംഹാസനം വെക്കും, അല്ലെങ്കിൽ ശൂന്യാകാശം, മിൽക്കി വേ എന്നൊക്കെ പറയുന്നത്. അല്ലേ, ഇപ്പോൾ ആ പല സ്ഥലത്തും ദൂതന്മാരുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നക്ഷത്രങ്ങൾ പലയിടത്തും ദൂതന്മാരുണ്ട്. മനുഷ്യ കണ്ണുകൊണ്ട് കണ്ട ഗാലക്സി ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം ഒന്ന് ഇരുത്തി വായിച്ചു നോക്കിയാൽ ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 4 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, അതെല്ലാം വായിക്കാവുന്ന സമയമില്ലല്ലോ രാത്രിയിൽ. വിശേഷാൽ 6-ാം വാക്യം മാത്രം ഞാനൊന്ന് വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം.
അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ. സ്തോത്രം. ഭൂമിക്ക് അടിസ്ഥാനമിട്ട സമയത്ത് ഇവിടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെയാണ്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്ന 7 നക്ഷത്രങ്ങൾ സഭയുടെ ദൂതന്മാരാകുന്നു. അന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ പുത്രന്മാരെ, ദൂതന്മാരെ, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്നല്ലേ ദാനിയേലിന്റെ പുസ്തകം പറയുന്നത്. ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാർസ് വെർ ഡാൻസിങ് ടുഗദർ, അല്ല അരുണോദയ പുത്രനായ ശുക്ര എന്നല്ലേ ലൂസിഫറിനെ വിളിച്ചിരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന അർത്ഥത്തിൽ നാം എടുത്തു കഴിഞ്ഞാൽ ദൂതന്മാർ പാർക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ അതുകൊണ്ടല്ലേ 31, 32 വാക്യം വായിച്ചിടുവേ. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 31, 32 വാക്യം നമുക്ക് വായിക്കാം. മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷനുകളിൽ പഴയ കാലത്ത് ഹൈന്ദവ സഹോദരന്മാരുടെ സഹായത്തോടു കൂടെയാണ് എബ്രായ ഭാഷയിൽ നിന്നും ഈ ആംഗലേയ ഭാഷയിൽ നിന്നുമുള്ള അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ഈ 2 ഭാഷകളിലും പ്രാവീണ്യം ഉണ്ടായിരുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ സഹായത്തോടു കൂടിയാണ് വിശുദ്ധ തിരുവെഴുത്ത് വ്യാഖ്യാനിച്ചത്, അല്ലെങ്കിൽ പരിഭാഷ നിർവഹിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള അവരുടെ അറിവിലുള്ള ഭാഷകളൊക്കെ ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് ഇവിടെ വായിക്കും. യോബിനോട് ദൈവം ചോദിക്കുക, കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസിന്റെ കാര്യമാണ്. പ്ലിയാഡസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഏഞ്ചലിന്റെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്ക് അഴിക്കാമോ? ഓറിയോൺ എന്ന് പറയുന്ന മലന് ബന്ധനങ്ങൾ നിനക്ക് അഴിക്കാമോ? അടുത്ത വാക്യം പറയുന്നു, അതിന്റെ 32-ാം വാക്യം, സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? നോക്കൂ, അല്ലേ, ആർക്കട്രസ് വിത്ത് ഹിസ് സൺസ്, സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? നാം ശ്രദ്ധിക്കാതെ പോകുന്ന വാക്യങ്ങളൊക്കെയാ. അപ്പൊ ശൂന്യാകാശത്തിലെ കണ്ടുപിടിക്കാത്ത ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അതിലൊക്കെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അല്ലയ്യ, വിശുദ്ധന്മാരെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ഒത്തിരി വ്യാഖ്യാനിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തത് മേഘമണ്ഡലം, രണ്ടാമത്തേത് രണ്ടാം സ്വർഗം നക്ഷത്രമണ്ഡലം, അതാണ് അല്ലയ്യ. ഇവിടൊക്കെയാണ് ദൈവത്തിന്റെ മക്കളുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ അന്തരീക്ഷത്തിൽ വെച്ച് 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു വെച്ചു. അവിടെ ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേൽ വന്ന് ഈ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറയുന്ന ആകാശത്തിന്റെ ശക്തികൾ, മേഘമണ്ഡലങ്ങൾക്കും അപ്പുറത്ത് വാഴുന്ന ദേശശക്തികൾ എന്നൊക്കെ നാം പറയുന്ന, പ്രവാചകന്റെ ഭാഷയെ പറഞ്ഞാൽ ഇവിടൊക്കെ ചുറ്റി നിൽക്കുന്ന പോരുകളും പോരാട്ടങ്ങളും ഒക്കെ ഉള്ളത് ഈ അന്തരീക്ഷ മണ്ഡലത്തിലാണ്, ഈ നക്ഷത്ര മണ്ഡലത്തിലാണ് ഇതുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവിടെയാണ് അതുകൊണ്ടാണ് ഈ മോശയുടെ ശരീരവുമായി ഉയർപ്പിക്കുവാൻ വരുന്ന അവിടെയും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അപ്പൊ നോക്കുക, 1 അന്തരീക്ഷ മണ്ഡലം, 2 നക്ഷത്ര മണ്ഡലം, മൂന്നാമത്തേതാണ് നാം വീണ്ടും യെശയ്യാ പ്രവാചകൻ 14:14 വായിക്കുന്നു, സമാഗമ പർവ്വതം, ദ മൗണ്ട് ഓഫ് കോൺഗ്രിഗേഷൻ, സിയോൻ പർവ്വതം, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. ഇതിനെ പറുദീസി എന്ന് വിളിക്കാം. 3-ാം സ്വർഗമാണ് പറുദീസ അല്ലെങ്കിൽ പാരഡൈസ് എന്നറിയപ്പെടുന്നത്. യേശു ക്രൂശിൽ കിടന്ന ആ കള്ളനോട് വലത്തോ ഇടത്തോ എന്തോ ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞ് തന്റെ ജീവിതം ആ യേശുവിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കുന്നവൻ, തനിക്കിനിയും പുറത്തിറങ്ങി ഒരു ജീവിതമില്ലെന്ന് അവൻ അറിയാം. മരണത്തോടു കൂടി കിടക്കുകയാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ഞാനോ ചെയ്ത ദോഷത്തിന് ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു, അങ്ങോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശുവേ, നീ രാജാവാണ്. തലയ്ക്ക് മുകളിൽ അവരെഴുതി വെച്ചിരിക്കുന്ന യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുന്നതിനപ്പുറത്ത് നീ സകലത്തിനും രാജാവാണ് എന്നൊരു കാഴ്ചപ്പാട് അവൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ കള്ളൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. എന്തായിരുന്നു യേശുവിന്റെ മറുപടി? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. സ്തോത്രം. അങ്ങനെ പറുദീസയാണ് മൂന്നാമത്തെ സ്വർഗം. 1
ആകാശമണ്ഡലം, അന്തരീക്ഷ മണ്ഡലം. കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത നടക്കുന്നത് ഈ മേഘമണ്ഡലത്തിലാണ്. അതിനു മുകളിൽ നക്ഷത്രമണ്ഡലം, അതിനു മുകളിലുള്ളതാണ് പറുദീസ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈ വെർച്വൽ മീഡിയ ആയതുകൊണ്ട് നമുക്ക് പരസ്പരം ചോദിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഉള്ള ഉത്തരം പറയുവാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ പേഴ്സണലിയോ അല്ലെങ്കിൽ ദേവദാസനോട് ചോദിച്ചാൽ എൻ്റെ ഇമെയിലിലോ ഒക്കെ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ ദൂരീകരിക്കത്തക്കവണ്ണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ, പുറമെയുള്ള കാര്യങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും ഞാൻ ഈ പ്രാവശ്യം ഓർപ്പിക്കുന്നു. അടുത്ത വിഷയം നാം സ്വർഗം എവിടെയാണെന്നും അല്ലെങ്കിൽ എത്ര സ്വർഗങ്ങൾ ഉണ്ടെന്നുമാണെന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചു വന്നത്. സമയം വളരെ മുന്നോട്ട് പോകുന്നു. സ്വർഗം ശൂന്യമല്ല. സ്വർഗം ശൂന്യമായി തരിശായിട്ട് കിടക്കുകയല്ലെന്നേ. നാം ചെല്ലുമ്പോൾ അവിടെ പാർപ്പിക്കാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുമൊന്നുമല്ല. സ്വർഗം ഒരു ശൂന്യ സ്ഥലമാണെന്നാണ് പലരുടെയും ധാരണ. എബ്രാലേഖനം 12-ാം അധ്യായത്തിലേക്ക് പോകാം. സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. പഴയ ഒരു പാട്ട് പറയുന്നുണ്ട്, ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്നു ഞാൻ വാഴും അങ്ങ്, ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്. നോക്കുക, പാട്ടുകാരൻ പറയുകയാണ്, ഉണ്ടെനിക്കായി ഒരു മോക്ഷ വീട്. കഷ്ടതയൊക്കെ അകന്ന് ഈ ലോകത്തിൽ ഞാൻ അക്കരെ നാട്ടിൽ പോകും. അവിടെ എന്തൊക്കെയുണ്ട്? ദൈവമുണ്ട്, പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൂതന്മാരുണ്ട്. എബ്രാലേഖനം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 18 മുതലുള്ള വാക്യങ്ങളിൽ വലിയ മൗണ്ട് സീനായും സിയോനും തമ്മിലുള്ള വ്യത്യാസമാണ്. ന്യായപ്രമാണം എഴുതിക്കൊടുത്ത സീനായി മലയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യവും നാം പോകുന്ന ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, സീനായി ആൻഡ് സിയോൻ അല്ലല്ല, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, എനിക്കത് പറയാൻ സമയമില്ല. ഒരു മൃഗമെങ്കിലും അടുത്ത് വന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ആ കൽപ്പന ഉണ്ടായിരുന്നു. ദൈവം ഇറങ്ങി വരുമ്പോൾ പർവ്വതം വിറച്ചു എന്നൊക്കെയാ പറയുന്നത്. മോശയ്ക്ക് പ്രമാണം കൊടുക്കുകയാണ്. കല്ലിൽ കൊത്തി അക്ഷരമായി കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും ദൈവം എഴുതി കൊടുക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന സീനായി പർവ്വതം. പക്ഷെ നാം പോകുന്ന സിയോൻ പർവ്വതം അല്ലെങ്കിൽ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, അവിടെ എന്തൊക്കെയുണ്ടെന്നാണ് 8 കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 8 കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമുക്കതൊന്ന് വായിക്കാൻ പറ്റുമോ? എബ്രാലേഖനം 12-ാം അധ്യായം 22 മുതൽ 24 വരെ. സ്തോത്രമല്ലിയ. ഈ സ്വർഗ സിയോനിൽ എന്തൊക്കെയുള്ളത് അവിടെ നാം വായിക്കുന്നു. ഒന്ന്, നാം പോകുന്ന പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അവിടെ എന്തൊക്കെയുണ്ട്? അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന, സ്തോത്രമല്ലിയ ഹല്ലേലൂയ, ഉണ്ട് ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരുടെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും സ്തോത്രം, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? സ്തോത്രം. നാം ചെല്ലുവാൻ പോകുന്ന സ്വർഗത്തിൽ അല്ലെങ്കിൽ കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? അവിടെ പറയുന്നു അനേക ആയിരം ദൂതന്മാരുണ്ട്. വെളിപ്പാട് പുസ്തകം 5:11, 19-ാം അധ്യായത്തിന്റെ 14-ാം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്വർഗത്തിൽ അസംഖ്യം ദൂതന്മാർ, അവരുടെ സംഖ്യ 1000 1000 ഗുണം 1000, 10,000 ഗുണം 10,000, എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, 1000 into 1000 times 1000, 10,000 times 10,000, എണ്ണിയാൽ ഒടുങ്ങാത്ത ദൂതസംഘങ്ങൾ സ്വർഗത്തിലുണ്ട്. ആ ദൂതസംഘത്തിൽ, വാഴ്ച കാക്കാത്ത ദൂതസംഘത്തിൽ 1/3 വെട്ടേറ്റ് നിലത്ത് വീണത്. ഹല്ലേലൂയ. 2/3 എന്ന് പറഞ്ഞാൽ 1/3 വെട്ടേറ്റ് നിലത്ത് വീണ് പിശാചും കൂട്ടരുമായി മാറി. 2/3 ഇന്നും ദൈവമക്കളുടെ സംരക്ഷണ സേവക ആത്മാക്കളായി സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്. സ്തോത്രം. സ്വർഗത്തിൽ എപ്പോൾ ആരുണ്ട്? ദൂതന്മാരുടെ അസംഖ്യം സംഖ്യകളുണ്ട്. 2, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. സ്തോത്രം. നമുക്ക് മുമ്പ് മരിച്ച പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്. പുറപ്പാട് പുസ്തകം 32 വായിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ മണ്ണി എഴുതി വെക്കും. ജീവന്റെ പുസ്തകത്തിൽ അന്നും മോശ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗത്തിലെ പേര്, കർത്താവേ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വായിച്ചു കളയണം.
അപ്പൊ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഗോത്രപിതാക്കന്മാർ, ദാവീദ് തുടങ്ങിയുള്ള ആദിജാതന്മാരുടെ സഭ, നമുക്ക് മുമ്പായി കടന്നുപോയവരുടെ ആ ആദിജാതന്മാരുടെ സഭ അവിടെയുണ്ട്. അവരെല്ലാം ആത്മാക്കളായാണ്. അതെനിക്കിപ്പോ വിശദീകരിക്കാൻ സമയം, ഞാൻ പറഞ്ഞില്ല, മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ തൊടാൻ പോയി കഴിഞ്ഞാൽ എനിക്കിതിവിടെ തീർക്കാൻ പറ്റത്തില്ല. ലൂക്കോസ് 10:20 പറയുന്നുണ്ട്, നമ്മുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്, ജീവന്റെ പുസ്തകം. ഹല്ലേലൂയ. 69 സങ്കീർത്തനം 28 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, സർവസഭ, ആദ്യജാതന്മാരുടെ സർവസഭ സ്വർഗത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ പേര് എഴുതി വെക്കുന്ന, ഇവിടെ ഇരുന്നു കൊണ്ട് ഉറപ്പാക്കേണ്ട നമ്മുടെ ജോലി സ്വർഗത്തിൽ എന്റെ പേരുണ്ടെന്നാണ്. പൗലോസിന് ജീവിച്ചിരിക്കുമ്പോൾ അറിയായിരുന്നു തലേ വെക്കാൻ പോകുന്ന കിരീടം ഏതാണ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. അപ്പൊ അത് അപ്പൊ പൗലോസിന് ജീവിച്ചിരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കിരീടമാ തലയിൽ വെക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിരുന്നു. നമുക്ക് ഉറപ്പാക്കണം. കിരീടത്തിന്റെ പേരറിഞ്ഞില്ലെങ്കിലും യേശു പറഞ്ഞ കണക്ക് ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ട്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഉറപ്പാക്കുവാൻ ഇന്ന് രാത്രി നാം ഒരുങ്ങണം. ദൈവമക്കളെ, യേശുവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്കാണ് സ്വർഗത്തിൽ പേര് ലഭിക്കുന്നത്. ആ പേര് കളഞ്ഞു കുളിക്കാതെ നിത്യതയോളം കൊണ്ടു നടക്കണം. അതിന് പണം വിഷയമല്ല, പദവി വിഷയമല്ല, അതിന് കുടുംബ ശ്രേഷ്ഠത വിഷയമല്ല, ആരൊക്കെ നിങ്ങളെ അംഗീകരിച്ചെന്ന് വിഷയമല്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും വലിയ തെളിവതല്ലേ ധനവാന്റെയും ലാസറിന്റെയും കഥ. യേശു തന്നെ പറഞ്ഞതല്ലേ, ധനവാൻ പട്ടും ധൂമര വസ്ത്രവും ധരിച്ച് ദൈനംദിനം ആഡംബരത്തോടെ തിന്നു പുളച്ച് സുഖിച്ച് ജീവിച്ചു പോകുന്നു. പക്ഷെ മരിച്ചപ്പോൾ അവനെ അടക്കി അവന്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ദരിദ്രനായ വ്രണമുള്ള രോഗിയായ ലാസർ വ്രണങ്ങളിൽ നിന്ന് നായ്ക്കൾ നക്കുമായിരുന്നു. പക്ഷെ അവൻ മരിച്ചപ്പോൾ ദൂതന്മാർ സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുപോയെന്നല്ലേ വായിക്കുന്നത്. അവന്റെ പേര് അവിടെയുണ്ട്, ലാസർ എന്ന്. ധനവാന്റെ പേര് പറയുന്നില്ല. ധനവാൻ ആയതുകൊണ്ടല്ല നരകത്തിൽ പോയതും, ലാസർ ദരിദ്രനായതുകൊണ്ടുമല്ല സ്വർഗത്തിൽ പോയത്. പക്ഷേ ലാസറിന്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ആ ജീവപുസ്തകത്തിൽ പേരുള്ളവന്റെ പേര് വേദപുസ്തകത്തിലും ഉള്ളത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ലോകത്തിൽ ഏത് പുസ്തകത്തിലും നിങ്ങളുടെ പേരില്ലെങ്കിലും സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ധന്യരാണ്. കേമന്മാരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടെത്തില്ല. 4 പേര് നിങ്ങളെ അറിഞ്ഞെന്ന് വരത്തില്ല. 4 പേർക്ക് നിങ്ങൾ അംഗീകാരം ലഭിച്ചെന്ന് വരത്തില്ല. ഈ ഭൂമിയിൽ സകലവും നിങ്ങളെ വിടക്കം എണ്ണിയേക്കാം. യേശുവിനെ അറിഞ്ഞത് നിമിത്തം സകലവും നിങ്ങൾക്ക് നഷ്ടമെന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവദാസൻ എന്ന അനുഭവത്തിലും ആത്മാവിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകം നിങ്ങളെ നിന്ദിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ ആലിംഗനം ചെയ്യും. ലോകം നിങ്ങളെ വിടക്കെന്ന് പറയുമ്പോൾ സ്വർഗം നിങ്ങളെ അംഗീകരിക്കുന്ന ദിവസങ്ങൾ തൊട്ടു മുമ്പിലുണ്ട്. അത് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും. സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് രാത്രി ഉറപ്പാക്കണം. 3, ന്യായാധിപതിയായ ദൈവം സ്വർഗത്തിലുണ്ട്. അത് നമുക്ക് ഉറപ്പായി. ന്യായാധിപതിയായ ദൈവം, സിദ്ധന്മാരുടെ ആത്മാക്കൾ, സ്തോത്രം, സ്പിരിറ്റ് ഓഫ് ദ സെയിൻസ്, മാറ്റിയസ നമുക്ക് മുമ്പാകെ എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 39 മുതൽ 40 വരെ വായിക്കുമ്പോൾ മറ്റു ചിലർ ഉദ്ധാരണം കൈക്കൊള്ളാതെ പേദ്യമേറ്റു, ഈർച്ചവാളിനാൽ അറക്കപ്പെട്ടു. സ്തോത്രം സ്തോത്രം. 1-ാം നൂറ്റാണ്ട് സ്തേഫാനോസിന്റെ കാലം തൊട്ട്, അന്തിപ്പാസിന്റെ കാലം തൊട്ട് പത്രോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും ബർത്തോലോമയും മത്തായിയും അങ്ങനെ തുടങ്ങിയ അപ്പോസ്തലന്മാർ, എന്തിനേറെ പറയുന്നു, ഇന്ന് 2020 ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ഈ നിമിഷം വരെ ക്രിസ്തു നിമിത്തം രക്തം ചിന്തേണ്ടി വന്ന സകല സിദ്ധന്മാരുടെയും ആത്മാക്കൾ സ്വർഗത്തിലുണ്ട്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ഉണ്ട്. 5, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു സ്വർഗത്തിലുണ്ട്. യേശു എന്താ ചെയ്യുന്നത്? താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി എബ്രായർ 7:25 പക്ഷപാതം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ എന്റെ മധ്യസ്ഥനായ കർത്താവ് സ്വർഗത്തിലുണ്ട്. മരണം കാണാതെ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ സ്വർഗത്തിലുണ്ട്. ആരൊക്കെയത്? ഏലിയാവുണ്ട്, ഹാനോക്കുണ്ട്. മരണം കാണാതെ എടുക്കപ്പെട്ട, ജീവനോടെ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ അവിടെയുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമായ യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. വീണ്ടും ഒന്നും കൂടെ പറയട്ടെ, യേശു പറഞ്ഞതുപോലെ യോഹന്നാൻ 14 സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇതാണ് സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്. ഇനി സ്വർഗത്തിൽ ഒരു കൗൺസിൽ ഉണ്ട് ദൈവമക്കളെ. നമ്മൾ ഭൂമിയിൽ കൈയടിച്ചു പാട്ട് പാടി സന്തോഷത്തിലിരിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സ്വർഗത്തില്ല. അമേരിക്കൻ പ്രസിഡന്റോ
കാനഡയുടെ പ്രസിഡന്റോ ഇംഗ്ലണ്ടിന്റെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ അല്ല ഒരു ദൈവവേദന്റെ ഭാവി തീരുമാനിക്കുന്നത്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു കൗൺസിൽ ഉണ്ട്, ആലോചന സഭ. വചനത്തിൽ പറയുന്നു, ഹവ് യു എവർ സ്റ്റുഡ് ബിഫോർ ദ ഹല്ലേലൂയ കൗൺസിൽ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആലോചന സഭയിൽ നീ നിന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. നിരന്തരം പ്രവർത്തകരെ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന ഒരു മിനിസ്റ്റീരിയൽ കൗൺസിൽ സ്വർഗത്തിലുണ്ട്. ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ സാത്താൻ ചെന്ന് അനുവാദം ചോദിച്ചത് ഈ സഭയുടെ മുമ്പിലാണ്. ഇയ്യോബിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നു, ഇയ്യോബ് 1:6, 2:1 അനന്തരം സാത്താനും ചെന്നു. എവിടാ? ദൈവപുത്രന്മാരും ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്നുകൊണ്ടാണ് ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ, ഇയ്യോബിന്റെ ഭക്തിക്ക് മാർക്കിടുവാൻ, ഇയ്യോബിനെ ഇല്ലാതാക്കുവാൻ അനുവാദം ചോദിച്ചത് ഈ സഭയുടെ മുമ്പിലാണ്. നെബൂഖദ്നേസർ രാജാവിന്റെ അഹങ്കാരത്തിന് ശിക്ഷയായിട്ട് 7 വർഷം കാളയെ പോലെ മൃഗത്തെ പോലെ പുല്ല് തിന്നുവാൻ തീരുമാനം ദൈവം എടുത്തത് ഈ ആലോചന സഭയിലാണ്. ദാനിയേൽ 4:17 ദാനിയേൽ 4:27 അവനെ മടക്കി കൊണ്ടുവരുവാനൊക്കെ ദൈവം തീരുമാനം എടുത്തത് ഈ സഭയിൽ വെച്ചാണ്. ആഹാബിനെ ഗിലെയാദിലെ രാമോത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ വശീകരിച്ച് കൊണ്ടുവന്ന് ദൈവത്തിന് വിരോധമായി ബാലിനെയും അശേരെയും സേവിച്ച് ഇശബേലിന്റെ താളത്തിനൊത്ത് തുള്ളി പ്രവാചകന്മാരെ കൊല്ലിച്ച് ദൈവദേശത്ത് ദൈവനാമത്തെ അപമാനിച്ച് ആഹാബിനെ നീക്കം ചെയ്യുവാൻ ദൈവം തീരുമാനമെടുത്തത് ഈ കൗൺസിലിൽ വെച്ചാണ്. 1 രാജാക്കന്മാർ 22:19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവമക്കളെ, സ്തോത്രം ഹല്ലേലൂയ, ദൈവമക്കളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു കൗൺസിൽ സ്വർഗത്തിലുണ്ട്. ഇന്ന് കടന്നു പോകുന്ന നാളെ എന്തായിത്തീരുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാവി അറിയാവുന്നവനെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. നീറോ പറഞ്ഞേക്കാം, രാഗി മൂർച്ചയാക്കിയ വാളുകൊണ്ട് നിന്റെ കഴുത്ത് വെട്ടി മുറിച്ചു മാറ്റുവാന്ന്. പക്ഷെ പൗലോസ് പറയുന്നു, നീ കഴുത്ത് മുറിച്ചു മാറ്റിയാലും ഞാൻ അതിനെ ആരാധന എന്ന് വിളിക്കും. ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. നീ പറയുന്നു, you say that you are going to choke my head, but in my view I am going to become a burnt offering, a drink offering, a poured out offering for the Lord. ദൈവത്തിന്റെ മുമ്പാകെ ഒരു ദഹനയാഗമായി, ഒരു പാനീയ യാഗമായി ഞാൻ തീർന്നിരിക്കുക. ദൈവമക്കളെ, ഇതായിരിക്കട്ടെ നമ്മുടെ കാഴ്ചപ്പാട്. ഈ കൗൺസിലിലാണ് യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും കൂടെ പറഞ്ഞു പോകുന്നു, എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്ന കൃപാസനത്തിൽ ഇരിക്കുന്ന എൻ്റെ യേശു കർത്താവ് പിശാചനെ കുറ്റം പറയും, കുറ്റം വിധിക്കും. ഹല്ലേലൂയ. അതല്ലേ സക്കറിയാവ് 3:1-4 വായിക്കുന്നത്. യോശുവ എന്ന മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു. ആ കുറ്റാരോപണമാണ് ഇവിടെ നടത്തുന്നത് പിശാച്. അവന്റെ അങ്കി അഴുക്കാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാട് പറയാം, ഉപദേശമല്ല. അവന്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വന്ന ഏതെങ്കിലും ഒരു പോരായ്മയായിരിക്കാം ജീവിത വസ്ത്രത്തിലെ കറ. നമ്മളാരും പെർഫെക്റ്റ് അല്ലല്ലോ. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ഏതെങ്കിലും പാപം അത് ശരീരത്തിലും മനസ്സിലും ഒക്കെ ഇങ്ങനെ കറ പിടിച്ചിരിക്കുന്നു. ജീവിത വസ്ത്രത്തിൽ പുള്ളിയായി കറയും ചുളുക്കവും വാട്ടവും ഇല്ലാത്ത മണവാട്ടിയായ യേശുവിന് വേണ്ടത്. പക്ഷേ ജീവിത വസ്ത്രത്തിൽ അഴുക്ക് പറ്റുമ്പോൾ കുറ്റം വിധിക്കുന്ന പിശാച്, വെളിപ്പാട് 12-ാം അധ്യായം, അപവാദിയായ പിശാച്, സഹോദരന്മാരെ രാപ്പകൽ കുറ്റം വിധിക്കുന്നവൻ, ദൈവമക്കളെ കുറിച്ച് അനാവശ്യം പറയുന്നവൻ. സ്തോത്രം. ഈ പിശാച് യോശുവയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അവിടെ വന്നുകൊണ്ട് സ്വർഗം പറയുന്നു, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയാ, അവനെ വിശേഷ വസ്ത്രം ധരിപ്പിക്കീൻ എന്ന് പറഞ്ഞ് യോശുവയെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിക്കുവാൻ തീരുമാനമെടുത്ത ഈ കൗൺസിലിലാ യേശു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞോ അതോ ചെയ്തു പോയ പാപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുവാൻ പിശാച് വരുമ്പോൾ ഞാൻ കുറ്റബോധത്തോട് അനുദപിച്ചേറ്റു പറയുമ്പോൾ എന്റെ പാപത്തെ മുഴുവനായി പൊറുക്കുവാൻ, ദൈവത്തോട് പക്ഷപാതം ചെയ്യുവാൻ എനിക്ക് വേണ്ടി സദാ ജീവിക്കുന്ന യേശു ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയണം, പിശാചിന്റെ പദ്ധതികളെ പൊളിച്ചെഴുതുന്ന ദൈവസ്നേഹം, ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റാൻ വേണ്ടി സാത്താൻ അനുവാദം ചോദിച്ചെന്നല്ലേ ലൂക്കോസ് 22:31 തൊട്ട് 32 വരെ വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളെ,
പക്ഷേ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് അവിടെ വെച്ച് എന്താ സംഭവിച്ചത്? സാത്താനെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കുന്നത് ഈ കൗൺസിലിൽ വെച്ചാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന ആ ഭാഗം ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ തൊട്ട് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഉത്സാഹിക്കാം. സ്തോത്രമല്ലിയ സ്വർഗത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി രാപ്പകൽ അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തു. സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്? അവിടെ ദൈവമുണ്ട്, പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൂതന്മാരുണ്ട്, സിദ്ധന്മാരുടെ ആത്മാക്കളുണ്ട്, മരിച്ചുപോയ അല്ലെങ്കിൽ രക്തസാക്ഷികളായ ആ സംഘത്തിന്റെ ഉണ്ട്, ആദിജാതന്മാരുടെ സഭയുടെ പേരവിടെയുണ്ട്. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം, യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹാബേലിന്റെ രക്തം പ്രതികാരമാണോ സംസാരിച്ചതെന്ന് വ്യക്തമല്ല. നമ്മുടെ യേശുവിന്റെ രക്തം ഗുണകരമായ സംസാരിക്കുന്നത്. യേശുവിന്റെ രക്തം വീണ സ്ഥലങ്ങളൊക്കെ 4 സ്ഥലത്താ പ്രധാനമായിട്ടും യേശുവിന്റെ രക്തം വീണത്. ഒന്ന് ഗദസമനയില്ല, രക്തത്തുള്ളി നിലത്ത് വീണു, വിയർപ്പ് കണങ്ങളിൽ കൂടെ നിലത്ത് വീണു. ആ രക്തം സംസാരിക്കുന്നത് ദൈവഹിതം നിവർത്തിക്കപ്പെടണം. വെട്ടാൻ വന്ന ആൾക്കാരെയും ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദയും സ്നേഹിത വന്ന കാര്യം എന്താണെന്ന് ചോദിക്കുന്നതാ യേശുവിന്റെ രക്തം. കായിൻ എന്നെ കൊന്നല്ലോ, എന്റെ ആരാധന മുടങ്ങിപ്പോയല്ലോ, എനിക്ക് ആയുസിന്റെ അറ്റുപോയല്ലോ എന്ന് നിലത്ത് നിന്നുകൊണ്ട് ഹാബേലിന്റെ രക്തം നിലവിളിക്കുമ്പോൾ യേശുവിന്റെ രക്തം പറയുന്നു 33 വയസ്സേ ജീവിച്ചുള്ളതെങ്കിലും ശുശ്രൂഷ തീർന്നാൽ ഇവിടം വിട്ടു പോകണം. ഹല്ലേലൂയ. 80 വയസ്സോ 90 വയസ്സോ 100 ദൈവം എത്രയെങ്കിലും ആയുഷം തരട്ടെ, എല്ലാവർക്കും ദീർഘായുസ് കൊണ്ട് തൃപ്തി വരട്ടെ എന്ന് ദൈവമക്കളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ശുശ്രൂഷ തീർക്കുന്നതാ മുഖ്യ വിഷയം. എത്ര നാൾ ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു. ദീർഘായുസുള്ളവൻ ഭാഗ്യവാൻ എന്നൊക്കെ ലോകം പറയും, നല്ല കാര്യം. പഴയ നിയമത്തിൽ അതൊക്കെ പറയുന്നു. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ആർക്കും ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിന്റെ അപ്പനെ അമ്മയെ അനുസരിച്ച് ദീർഘായുസ് കിട്ടും. അത് 80, 90, 100 എന്നും നമുക്കറിയത്തില്ല. പക്ഷെ 33 വയസ്സ് മതി ഒരു മിനിസ്ട്രി തീർക്കാനെന്ന് യേശു തെളിയിച്ചില്ലേ? അത് 3.5 വർഷം മതിയായിരുന്നു നല്ലൊരു ശുശ്രൂഷ ചെയ്ത് തീർക്കാൻ. ഞാനിതിന്റെ 28ാമത്തെ വർഷമാണ് എന്റെ പ്രസംഗ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയുടെ ഒക്കെ എന്റെ അനുഭവം. പക്ഷെ ദൈവത്തിന് വെറും 3 വർഷം മതിയെന്നേ ശുശ്രൂഷ തീർക്കാൻ വേണ്ടി. ശുശ്രൂഷ കാലം തികയുമ്പോൾ നാം നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. സ്തോത്രം. അതിനുവേണ്ടി നല്ലല്ലേ? അപ്പൊ ഹാബേലിന്റെ രക്തം നിലവിളിക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. പക്ഷെ യേശുവിന്റെ രക്തം പറയുന്നു, ചുമ്മനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ വരുന്ന യൂദയെ നോക്കി സ്നേഹിത. എന്താണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം പറയുന്നത്? ക്ഷമിക്കണം. വാളുകൊണ്ട് വെട്ടുവാൻ അല്ലെങ്കിൽ ഓങ്ങിയിട്ട് അത് അല്ലെങ്കിൽ വെട്ടു കഴുത്തിന് കൊള്ളേണ്ട വെട്ട് ചെവി മുറിച്ച് കളയുമ്പോൾ എന്താണ് ഹാബേലിന് യേശു സംസാരിക്കുന്നത്? വാള് ഉറയിലിടുകുഞ്ഞേ, നമ്മളിവിടെ ക്രൂശ് വെട്ടിമാറ്റരുതെന്ന്. ക്രൂശ് വാളുകൊണ്ട് വെട്ടിമാറ്റരുത്. കഷ്ടത മാറാനല്ല, കഷ്ടത സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. എന്താണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ യേശുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നത്? യേശുവിന്റെ രക്തം രണ്ടാമത് വീണ സ്ഥലമാണ് സ്തോത്രമല്ലിയ ഗബദ എന്ന് പറഞ്ഞ സ്ഥലം. പീലാത്തോസിന്റെ നടുത്തളത്തിൽ ആ രക്തം ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ് മുഖത്തെ രോമം പിച്ചിപ്പറിക്കപ്പെട്ട്, സ്തോത്രമല്ലിയ രോമമെല്ലാം പിച്ചിപ്പറിച്ച് കണ്ണ് കെട്ടി തല്ലി തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ച് തലയോട്ടി പിളർന്ന് രക്തം ധാരതായി ഒഴുകുന്നു. അല്ലെങ്കിൽ കണ്ടാൽ ആളല്ലാത്ത വിധം എന്റെ യേശു വിരൂപനായി തീർന്നു. അവനെ കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല, കോമളത്വമില്ല. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി എന്റെ യേശു ഇരിക്കുന്നു. അവന്റെ വസ്ത്രം വലിച്ചെടുക്കുന്നു. ചാട്ടവാറ് കൊണ്ട് അടിച്ച ഈ പാടുകൾ ശരീരത്തുണ്ട്. അവിടെ യേശുവിന്റെ രക്തം വീഴുകയാണ്. ആ രക്തം എന്താ പറയുന്നത്? സ്തോത്രം. ആ രക്തം പറയുന്നത് അല്ലലിയ മൗനമായി ഇരുന്നോണം. യേശു ഒരക്ഷരവും മിണ്ടിയില്ല അവിടെ. അല്ലലിയ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിച്ച് യേശു അവനൊരു ഉത്തരവും പറഞ്ഞില്ലെന്നാ പറയുന്നു. ഈ രക്തം ഗുണകരമായി സംസാരിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന വിശുദ്ധന്മാരെ എല്ലാറ്റിനും കയറി മറുപടി ഒന്നും പറയാൻ പോകല കേട്ടോ. കാണുന്നതിനും കേൾക്കുന്നതിനും തർക്കിക്കാൻ പോകരുത്. നാവിനെ നിയന്ത്രിക്കണം. ജീവചക്രത്തിന് കടിഞ്ഞാണിടണം. നാവിന് ഒരു ശുദ്ധീകരണം വേണം. 3, യേശുവിന്റെ രക്തം വീണ സ്ഥലമാണ് പീലാത്തോസിന്റെ നടുത്തളത്തിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് പോയ വഴിയിൽ യേശുവിന്റെ രക്തം വീണു. സ്തോത്രം.
ഭാരമുള്ള പച്ച പൈന്മര കുരിശ്, 10 അടി നീളവും 5 അടി വീതിയുമുള്ള കുരിശെടുത്ത് തോളിൽ വെച്ചിട്ട് ആ കുരിശും നിജ തോളിലെന്തി യേശു യെരുശലേമിന്റെ തെരുവീതിയിൽ കൂടെ വീണും എഴുന്നേറ്റും പോയ ഇരുവശത്ത് നിന്നുകൊണ്ട് കൂർത്തുമൂർത്ത ചാട്ടവാറുകളാൽ അസ്ഥി കഷ്ണങ്ങളും ഇരുമ്പ് ഈയക്കട്ടകളും കുതിരയുടെ വാലിൽ പിരിച്ച രോമത്തിൽ കൂടെ ചാട്ടയുണ്ടാക്കിയിട്ട് ഇരുവശത്തു നിന്നും അധികായന്മാരായ റോമൻ പടയാളികൾ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ആഞ്ഞടിക്കുമ്പോൾ മാംസ കഷ്ണങ്ങൾ ശരീരത്തിൽ നിന്ന് അടർന്നു മാറി. 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവർ ബുഭിക്ഷയോട് അലർന്ന സിംഹം എന്ന പോലെ എന്നെ നേരെ വാവിളർന്നു വന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എന്റെ അസ്ഥികളെല്ലാം എനിക്ക് എണ്ണാം. ഹല്ലേലൂയ. ഒരു അസ്ഥി പഞ്ഞരം പോലെ മാംസമെല്ലാം ചിതറി രക്തത്തുള്ളികൾ യെരുശലേമിന്റെ തെരുവീതിയിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഗോൽഗാത്തിലേക്ക് പോകുക. എന്താ പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. യേശുവിന്റെ രക്തം സംസാരിക്കുക ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. വയലിൽ നിന്ന് കയറി വരുന്ന ശീമോൻ നിർബന്ധിച്ചാണെങ്കിലും ക്രൂശിന് കൈത്താങ്ങൽ കൊടുത്തു. ദൈവമക്കളെ പേടിക്കണ്ട കേട്ടോ. നിന്ന് ഏറ്റ് അപമാനമേറ്റ് ക്രൂശും വഹിച്ച് നീ പോകുമ്പോൾ ദൈവം സഹായമായി അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആരെങ്കിലുമൊക്കെ അയക്കും, ഒറ്റയ്ക്കല്ല. ഒടുവിൽ യേശുവിന്റെ രക്തം വീണ 4ാമത്തെ സ്ഥലമാണ് ഗോൽഗോത്ത കുന്നിന്റെ മുകളിൽ. ഹല്ലേലൂയ. എബ്രായ ഭാഷയിൽ ഈ അറിയപ്പെടുന്ന സ്തോത്രം ആ ഗോൽഗോത്ത കുന്നിന്റെ മുകളിൽ സ്കൾ എന്നറിയപ്പെടുന്ന തലയോടിടം, ആ സ്ഥലത്ത് ആ ക്രൂശിൽ അവനെ താട്ടി നിർത്തിയിട്ട് അവന്റെ കൈകാലുകളിൽ ആണിയടിച്ചപ്പോൾ സ്തോത്രം കൈയിൽ നിന്നും കൈത്തണ്ടയിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ ഒഴുകിയ രക്തം, അതാണ് യേശുവിന്റെ രക്തം അവിടെ ഒഴുകിയാണ്. എന്തിനേറെ പറയുന്ന അവസാനം ചങ്ക് കുത്തിത്തുളച്ച് അവസാന തുള്ളി രക്തം വരെയും പുറത്തു വീണു. എന്താ ഈ രക്തം നമ്മോട് സംസാരിക്കുന്നത്? സകലവും നിവൃത്തിയായി, പിശാചിന്റെ പദ്ധതികൾ പൊളിഞ്ഞു. എത്ര പേര് ആത്മാവിൽ ഇന്ന് രാത്രി സന്തോഷിക്കും? പിശാചിന്റെ പദ്ധതികൾ പൊളിഞ്ഞു. പിശാച് വിചാരിച്ചു എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുവാണെന്നും ക്രൂശ് അവസാനമല്ലെന്നും ഇതിനപ്പുറത്ത് ഉയർപ്പുണ്ടെന്നും തെളിയിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടു വന്നു. അത് ഇന്ന് രാത്രി നാം പോകുന്ന സ്വർഗം അതിശ്രേഷ്ഠമാണ്. നാം പോകുന്ന സ്വർഗം അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരുന്നത്. നാളെ നാം ചിന്തിക്കാൻ പോകുന്നത് സ്വർഗവും സ്വർഗരാജ്യവും എന്ന വിഷയത്തെ കുറിച്ചാണ്. സ്വർഗം എന്താണ്, സ്വർഗരാജ്യം എന്താണ്, ആ വ്യത്യാസം കൂടെ പറഞ്ഞാണ് നാളെ ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവ് ആശിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ഈ സ്വർഗത്തിൽ പോകുന്നതിന് നമുക്ക് എന്തു വേണം? ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 1-ാം അധ്യായം അവസാന വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ, കളങ്കമില്ലാതെ ജീവിക്കണം. 1 യോഹന്നാൻ 3:1 മുതൽ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അതിനെന്ത് ചെയ്യണം? അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. ഇന്ന് രാത്രികാലം വിശുദ്ധീകരണത്തിന്റെ ഹല്ലേലൂയ ആത്യന്തിക സ്ഥാനമാണ് സ്വർഗം. അവിടാണ് നാം എത്താൻ പോകുന്നത്. വിശുദ്ധന്മാരെ ചേർക്കുവാൻ എൻ്റെ യേശു വരാറായി. വിടുതലിന് വേണ്ടി കരഞ്ഞു നിലവിളിക്കുന്നതൊക്കെ ഒന്ന് നിർത്തിയിട്ട്, തെറ്റിദ്ധരിക്കരുത്. രോഗശാന്തി വേണം, നമുക്ക് വിടുതൽ വേണം, നന്മ വേണം, തൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം ധാരാളമായിട്ട് ദൈവം. പക്ഷെ യേശു നമ്മളെ ചേർക്കാൻ വരുന്നത് വീണ്ടെടുക്കപ്പെട്ടവരെ വീണ്ടെടുക്കാനാണ് വരുന്നത്. അതുകൊണ്ട് വിടുതലിനേക്കാൾ കൂടുതൽ നമുക്ക് വീണ്ടെടുപ്പിന് വേണ്ടി കുതിക്കാം. സ്വർഗം എത്ര ഭയം! ഹല്ലേലൂയ, എത്ര സൗഭാഗ്യമാണ്! ആ ഭാഗ്യനാട്ടിൽ നമുക്ക് പോകേണ്ട ദൈവമക്കളെ. ഞങ്ങളുടെ വാക്കുകളുടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഭക്തന്മാരോട് ഒരുമിച്ചായിരുന്നു എനിക്ക് വളരെ സന്തോഷം. നാളെ നമുക്ക് ഈ ചിന്തകൾ തുടരാം. സ്വർഗം എത്ര മനോഹരമാണ്! സുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോട് നാം എന്ന് ചേരുമോ? ആ ശോഭിത പട്ടണത്തിൽ പോകുവാൻ വെമ്പൽ കൊള്ളുന്ന ഭക്തന്മാർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കൂ. സ്വർഗം എനിക്ക് നഷ്ടപ്പെടരുത്. നിത്യത നഷ്ടപ്പെടുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരരുത്. ഹല്ലേലൂയ. എൻ്റെ നാവിനെ, ചിന്തകളെ, കണ്ണുകളെ, എൻ്റെ ശരീരത്തെ, ജഡത്തെ കീഴ്പ്പെടുത്തി നാൾ തോറും ദൈവകൃപയിൽ മുന്നേറുവാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ഒരു വാക്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. സ്വർഗഭാഗ്യം എത്ര യോഗ്യം, ആർക്ക് വർണ്ണിച്ചിടാം. ഈ സഭയെയും ശുശ്രൂഷകനെയും റീജിയനെയും ഒക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവരുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. ഈ ചിന്തകൾ നമുക്ക് നാളെയും തുടരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. നമുക്ക് സ്വർഗനാടിനെ ധ്യാനിക്കുന്ന ഒരു ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ നാം ഈ മേഘമതിൽ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, മകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിക്കൊണ്ടു മരിച്ചവരെന്ന് മസിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിക്കൊണ്ടു മരിച്ചവരെന്ന് മസിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമനാഥനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. രാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ, നദനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ
ശുഭ്രവസ്ത്രം താതനെന്നെ ധരിപ്പിക്കുമെന്ന് പൊന്മണിമാലയവൻ എനിക്കു തരും. ശുഭ്രവസ്ത്രം താതനെന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുവേ. 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുവേ. 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമ കാന്തനെ പൊന്മണിമാലയവൻ എനിക്കു തരും. ശുഭ്രവസ്ത്രം താതനെന്നെ ധരിപ്പിക്കുമെന്ന് പൊന്മണിമാലയവൻ എനിക്കു തരും. ശുഭ്രവസ്ത്രം താതനെന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ. 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കാ ഒരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ. 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കാ ഒരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ. ഹല്ലേലൂയ. 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കാ ഒരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. ഹല്ലേലൂയ. പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമ കാന്തനെ കാണാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് അതിപരിശുദ്ധ നാമത്തിൽ നമുക്ക് ദൈവത്തിനോട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകമായിട്ട് ദൈവദാസൻ സംസാരിച്ച വിഷയത്തിനോർത്ത് നമുക്ക് ദൈവത്തിനോട് സ്തോത്രം ചെയ്യാം. നല്ലൊരു ദേഷ്യം നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ദൈവം അന്വേഷിച്ചെങ്കിൽ നാളെ ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ ദൈവദാസൻ സംസാരിക്കുകയും ഇത്രത്തോടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് എവറിത്തിങ് went on very beautiful and marvelous in the sight in our. So let's thank to the God for this wonderful time. So this is a time for the vote of thanks. I kindly request Brother Sanal lead in this vote of thanks to share. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓൺലൈനിലൂടെ സൂം എന്ന പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കിലുമായി അടിയങ്ങൾ ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അടിയങ്ങൾ സഭയായി IPC മാറാനാഥ മോൺട്രിയൽ ചർച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസത്തോളമാകുന്നു. ഈ സഭ ഇത്രത്തോളം കർത്താവ് വളരുവാൻ സഹായിച്ച കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു ദൗത്യം ബൈബിൾ സെമിനാർ 2020 നടത്തുവാനായി ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഏവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനി ഏൽപ്പിച്ച ദൗത്യത്തിലോട്ട് ഞാൻ കടക്കട്ടെ. ഈ ഇപ്രകാരം ഒരു മീറ്റിംഗ് ബൈബിൾ സെമിനാർ 2020 നടത്തുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ഷിബു തോമസ് USA അദ്ദേഹത്തോടുള്ള അവരോടുള്ള നന്ദി അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം വളരെയധികം ആൾക്കാർ ഈ ദേശത്ത് മഹാമാരിയാൽ ഭീതിയോടെയും ഭയത്തോടെയും ഭവനങ്ങളിലായിരുന്നപ്പോൾ നമുക്ക് ഇപ്രകാരം ഒരു മീറ്റിംഗ് ഒരുക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു.
അപ്രകാരം തന്നെ IPC കാനഡ റീജിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ പെനിയാൽ ചെറിയനോടും പാസ്റ്റർ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ എബി കെ ബെൻ അവர்களോടുമുള്ള നന്ദി അറിയിക്കുന്നു. നേതൃത്വം കാണിച്ചിരിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും സഹകരണത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വർഷിപ്പിലൂടെ ഈ മീറ്റിംഗിലെ വർഷിപ്പ് ലീഡ് ചെയ്ത വോക്ക് ബാൻഡിനോടും വിപിൻ ജോൺസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ മീറ്റിംഗിൽ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരോടുമുള്ള നന്ദി കർത്താവ് നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും നാളെ ഈ മീറ്റിംഗ് നടക്കുവാനായിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയോടെ ഏവരും കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ നാളുകളിൽ ദൈവവചനത്തിലൂടെ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. തുടർന്നും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ ഏവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. താഴ്ത്തിരിച്ചു പ്രാർത്ഥിക്കാം. I kindly request Pastor Peniel Cherian, the President of IPC region, will be leading to the closing prayer and the benediction. സ്തോത്രം. സ്വർഗസ്ഥ പിതാവേ, സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധാനം കടന്നു വന്ന് കർത്താവേ പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ അങ്ങയുടെ വിലയേറിയ ദാസനിൽ കൂടെ വചനത്തിൽ നിന്ന് കേൾപ്പാനും ദൈവം അവസരം ഒരുക്കിയതിനായി നന്ദി കരയേറ്റുന്നു. കർത്താവെ ഇതിനായി ദൈവം സാവകാശം ഒരുക്കി മൊൺട്രിയലിലെ കർത്താവെ മാർനാഥ IPC ചർച്ച് അതിനുവേണ്ടി കർത്താവെ സമയം വേർതിരിച്ച് അങ്ങയുടെ നാമത്തിന് വേണ്ടി കർത്താവെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന ദാസനെ വരുത്തി ഇങ്ങനെ ഒരു ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായി നന്ദി കരയേറ്റുന്നു. മൊൺട്രിയലിലെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം കുറെ ചെറുപ്പക്കാരെ അവിടുന്ന് മുൻനിയമിച്ചതിനായി നന്ദി കരയേറ്റുന്ന കർത്താവെ സഭയടിയങ്ങൾ ധാരാളമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പുതിയ പുതിയ ആത്മാക്കള് കർത്താവെ വിശ്വാസത്തിലേക്ക് വരുവാനും സഭ വർദ്ധിച്ചു പെരുകി മൊൺട്രിയലിലെ ഏറ്റവും വലിയൊരു സഭയായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പജാ ഹല്ലേലൂയ. അതിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ജേക്കബ് മാത്യുവിനെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ് സഹായിച്ച് അനുഗ്രഹിച്ച് പുതിയ അഭിഷേകത്താലും ആത്മാവിന്റെ ബലത്തിലും അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. മൊൺട്രിയൽ പട്ടണത്തില് കർത്താവെ മഹാവ്യാധി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യാതൊരുവിധമായ അസ്വസ്ഥതയും വരാതെ വണ്ണം കർത്താവെ ആ സഭയിലുള്ള സകല വിശ്വാസികളെയും അവിടുന്ന് കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് വേണ്ടി കാണിച്ചിരിക്കുന്ന കർത്താവെ ചെയ്തിരിക്കുന്ന എല്ലാ ഉത്സാഹത്തിനുമായി ധാരാളമായി അവർക്ക് പ്രതിഫലം നൽകി കൊടുക്കണമേ. ഐശ്വര്യപ്രദമായ രീതിയിൽ കർത്താവെ പട്ടണത്തില് അവർ വേര് ഉറച്ച് വലിയ ശുശ്രൂഷ തികച്ചെടുപ്പാൻ തക്കവണ്ണം ദൈവമേ ആ സഭയിൽ ഉള്ള ഓരോരുത്തർക്കും അവിടെ ഇടയാക്കണമേ. അങ്ങയുടെ ദാസനെ പുതിയ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധപിതാവേ, ഇന്ന് വയലത്തുനിന്ന് സംസാരിച്ച് അങ്ങയുടെ ദാസനെയും അടിയങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അദ്ദേഹത്തിന്റെ 1 മണിക്കൂറിലെ ശുശ്രൂഷയ്ക്ക് ശേഷം വീണ്ടും വേറൊരു ശുശ്രൂഷയ്ക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ കർത്താവെ ഹല്ലേലൂയ ധാരാളമായി ഈ ദിവസങ്ങളിൽ അങ്ങയുടെ നാമത്തിന് വേണ്ടി ശക്തിയേറിയ ദൂത് പ്രസ്താവിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ കരുത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി കരയേറ്റുന്നു. ദീർഘായുസോടും ആരോഗ്യത്തോടും കൂടെ അങ്ങയുടെ ദാസനെ അവിടുന്ന് കാത്തുകൊള്ളണമേ. നാളെയും കർത്താവെ സ്വർഗം എന്നുള്ള വിഷയത്തെ പറ്റി തുടർന്ന് സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ അറിവുകൾ കേൾക്കുന്നവർക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗത്തെ പറ്റിയുള്ള യഥാർത്ഥമായ ഒരു അറിവ് ലഭിക്കത്തക്കവണ്ണം കർത്താവെ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ഇടയാക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം കർത്താവെ അനേകരെ കർത്താവെ ഈ സൂമിൽ കൂടെ ഭയനക ശുശ്രൂഷ കേൾപ്പാൻ തക്കവണ്ണം ആത്മാക്കളെ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും അങ്ങയെ സ്തുതിക്കുന്നു. സർവമാനവും മഹത്വവും അടിയങ്ങൾ അങ്ങക്ക് തന്നെ കരയേറ്റുന്നു. വിശേഷാൽ കർത്താവെ അടിയങ്ങൾ കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ മഹാവ്യാധിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ പിതാവെ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസികൾ പോലും ഈ രോഗത്തിന് കീഴടങ്ങാതെ വണ്ണം കർത്താവ് അവരെ കാത്തുകൊള്ളണമേ. അവരവരായിരിക്കുന്ന സ്ഥലത്തെ എല്ലാ ദിവസവും അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് മുട്ടുകുത്തി കർത്താവെ അങ്ങോട് യാചിക്കുന്നു. ദൈവങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ രാജ്യത്തിന് ഒരു വലിയ വിടുതൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ IPC കാനഡ റീജിയന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ കാനഡ മൊത്തം കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി IPC കാനഡ റീജിയനെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിൽ അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു.
വരുംകാലങ്ങളിൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ശക്തിയോടുകൂടെ, ആത്മബലത്തോടുകൂടെ, ആത്മാവിന്റെ നിറവോടുകൂടെ അങ്ങയുടെ നാമത്തിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും അടിയങ്ങൾ പ്രാർത്ഥിച്ച് ഓരോരോ വിഷയങ്ങളോടുകൂടെയും വിശേഷമായി ഇന്ന് വചനത്തിലൂടെ സംസാരിച്ച അങ്ങയുടെ ദാസനോടുകൂടെയും കർത്താവിന്റെ മേഘപ്രത്യക്ഷയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വേഗം വരുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. Thank you all. God bless you. You are doing a wonderful job. Thank you, Pastor. ദൈവാന്വേഷിക്കുന്ന നാളെ 6:30 തുടങ്ങുമായിരിക്കും. എല്ലാവരും വരണം, പ്രാർത്ഥനയോട് വരണം. വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും വന്ദനം. വളരെ താങ്ക് യു. God bless you all.